ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കേൾക്കുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് അനുഗ്രഹവുമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ KP ജെയ്സൺ ആണ്. ആ കർത്താവിന്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ദൈവത്തിന്റെ കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. കുടുംബം സന്തോഷമായിട്ടിരിക്കുമല്ലോ. ഓക്കെ സന്തോഷമായിരിക്കുന്നു ദൈവകൃപയാല്. ദൈവദാസന്റെ കുടുംബം ഒന്ന് പറഞ്ഞാട്ട് ആരൊക്കെയുണ്ട് വീട്ടില്? ഞാന് ഇടുക്കി ജില്ലയിലെ കമ്പംമെട്ട് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ മാതാപിതാക്കൾ കർത്താവിന്റെ വേലയിലായിരുന്നു. കർത്താവിന്റെ വേലയിൽ അവർ വരുന്നതിന് മുമ്പ് വലിയ സാക്ഷ്യമുണ്ട്, അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. പാസ്റ്റർ KJ ചാക്കോയുടെയും ഏലിയാമ്മ ചാക്കോയുടെയും 6ാമത്തെ മകനായിട്ട് ഞങ്ങൾ 6 മക്കളിൽ 2 ആൺമക്കളാണ്. എന്റെ ജ്യേഷ്ഠനും കർത്താവിന്റെ വേലയിലാണ്. ഞാന് 4ാമത്തെ മകനായിട്ട് ജനിക്കുവാനായിട്ട് ദൈവം ഇടയായി. ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. ഓക്കെ, ദേവദാസനെ കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. അപ്പാ, പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനെ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് ഹാലൂയ കേൾവിക്കാരുടെ ജീവിതത്തിൽ അത് ആത്മീക വർധനവയ്ക്ക് കാരണമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് നിങ്ങളുടെ കരങ്ങളുടെ അടികളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവദാസനെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസന് ഷെയർ ചെയ്യാം. ധാരാളം അനുഭവങ്ങൾ എനിക്ക് ഇത്തരണത്തിന് ഷെയർ ചെയ്യാനുണ്ട്. ആദ്യമേ തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന കർത്താവിന്റെ ദാസി ജോയ്സിനോടും ജോയ്സ് TV എന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രവർത്തനത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെയായി എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസി എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട്. അത് ഒരു ദിവസം കൊണ്ട് പോലും തീരാത്ത അനുഭവങ്ങൾ ഉണ്ട്. എങ്കിലും ലഭിച്ച സമയത്തിന്റെ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ കമ്പംമെട്ട് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളരുവാനായിട്ട് ദൈവം ഇടയാക്കിയത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു മുഖാന്തരം എന്റെ മാതാപിതാക്കൾ മുഖാന്തരമാണ്. അതിന്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. അത് എനിക്ക് അതിനെക്കുറിച്ച് നേരിട്ട് അനുഭവമില്ലെങ്കിലും എന്റെ പിതാവ് പലപ്പോഴും പറഞ്ഞൊരു സാക്ഷ്യമാണ് ഞാൻ ഇത്തരണത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിലാണ് എന്റെ പിതാവും മാതാവും ജനിച്ചു വളർന്നത്. യഥാർത്ഥമായി യേശുക്രിസ്തുവുമായിട്ട് അപ്രകാരം ഒരു ഒറ്റ ബന്ധമില്ലാത്ത ഒരു ജീവിതമായിരുന്നു ഒരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിലായതുകൊണ്ട്. എന്റെ പിതാവ് ഒരു സാധാരണ കർഷകനായിരുന്നു. നമുക്കറിയാം, ഇടുക്കി ജില്ലയില് മിക്കവാറും ആളുകൾ കൃഷിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. എന്റെ പിതാവ് സാധാരണ ഒരു കർഷകനായിരുന്നു. അന്ന് 1976 അതിനു മുമ്പുള്ള കാലങ്ങളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. എന്റെ പിതാവ് രാവും പകലും അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ഒരു അധ്വാനിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ പാർക്കുന്നത് ഒരു എന്താ പറയുക, ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അത്രമാത്രം ഒരു ചെറിയൊരു ഷെഡിൽ പോലുള്ളൊരു ഭവനത്തിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. അന്ന് ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ വരെ 4 മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തില് എന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോലെ രാവും പകലും അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്ത്രം മാറി കൊടുക്കാൻ പോലും സാഹചര്യമില്ലാത്ത ഒരു കുടുംബത്തിലായിരുന്നു. ആ ഒരു അനുഭവമായിരുന്നു എന്റെ മാതാപിതാക്കൾക്ക്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എന്റെ പിതാവിന് പെട്ടെന്നൊരു രോഗം ഉണ്ടാകുവാനിടയായി. ആ രോഗത്തിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ
ഇവിടെ അടുത്ത് കട്ടപ്പനയിൽ ഒരു സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, ഒരു മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്. അതിന്റെ പ്രാരംഭകാലങ്ങളാണ്. അവിടെയാണ് ചികിത്സ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കൂലിപ്പണിക്കാരനായ എന്റെ പിതാവിന് ചികിത്സിക്കുവാൻ യാതൊരു മാർഗവുമില്ല. തന്റെ മാതാപിതാക്കൾക്കോ മറ്റാർക്കും സഹായിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. രോഗം എന്തെന്ന് കണ്ടുപിടിക്കുവാനും കഴിഞ്ഞില്ല. അങ്ങനെ ഓരോ ദിവസവും എന്റെ പിതാവിന്റെ രോഗം വളരെയധികം മൂർച്ഛിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വളരെയധികം കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ 4 മക്കൾ, വളരെ ചെറുപ്രായം. എനിക്കന്ന് ഏകദേശം 2 വയസ്സ് പ്രായമുള്ളെന്നാണ് പറയുന്നത്. ആ സമയത്താണ് ഈ രോഗമുണ്ടാകുന്നത്. അപ്പോൾ കട്ടപ്പന ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. തന്നെ സഹായിക്കുവാൻ ആരും മുന്നോട്ട് വന്നില്ല. എല്ലാവരും തന്നെ കൈവിടപ്പെട്ടു. അങ്ങനെ എന്റെ പിതാവ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയം ആരും ഒരു ആശ്രയമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടൻ ചായ പോലും കൊടുത്ത് സഹായിപ്പാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്റെ പിതാവ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യേശുവേ, അങ്ങ് ജീവിക്കുന്ന കർത്താവാണെങ്കിൽ എന്റെ ആയുസ്സിനെ നീട്ടിത്തരണം. എബേസ് പ്രാർത്ഥിച്ചതുപോലെ എന്റെ ആയുസ്സിനെ അങ്ങ് നീട്ടിത്തന്നാൽ എന്റെ ആയുസ്സിന്റെ അന്ത്യം വരെ ഞാൻ അങ്ങയെ സേവിച്ചോളാം. ഞാൻ ഈ സാഹചര്യത്തിൽ മരിച്ചുപോയാൽ എന്റെ മക്കളൊക്കെ അനാഥരായി പോകും. അവരെ സഹായിക്കുവാനോ അവരെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനോ സംരക്ഷിക്കുവാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യം. എന്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അത്ര കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്. ഇങ്ങനെ എന്റെ പിതാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. തിരുവചനത്തിൽ ഒരു വാക്യം നമുക്കറിയാമല്ലോ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്റെ പിതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഹൃദയ നുറുക്കത്തോടുകൂടി നാം കരയുമ്പോൾ ആ കണ്ണുനീർ തീർച്ചയായും നമ്മുടെ കർത്താവിന്റെ കാൽപാദത്തെങ്കിലാണ് വീഴുന്നത്. എന്റെ പിതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. ആ കണ്ണുനീർ തീർച്ചയായും കർത്താവിന്റെ പാദമെടുത്തെങ്കിൽ വീണു. താൻ ഉറച്ചൊരു തീരുമാനമെടുത്തു, എന്റെ ആയുസ്സിനെ നീട്ടിത്തന്നാൽ ഞാൻ ഇനി എന്റെ ആയുസ് മുഴുവൻ ഞാൻ അങ്ങയെ സേവിച്ചോളാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കണ്ണുനീര് കണ്ട് മറികടന്നു പോകുന്ന ദൈവമല്ല എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ചുരുക്കമായി പറയട്ടെ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അസാധാരണമായി ദൈവ സാന്നിധ്യം നിറഞ്ഞ് എന്റെ പിതാവിന് താൻ വഹിച്ചുകൊണ്ടിരുന്ന, തന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ മാരകമായ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. അതിനുശേഷം 2 മക്കളെയും കൂടെ ദൈവം തന്നു. ഞങ്ങൾ 6 മക്കളാണ് ഇപ്പോൾ. അന്ന് മുതൽ എന്റെ പിതാവ് ഈ കർത്താവിനെ സേവിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസവും കഷ്ടതയുള്ളതാണ് സമയമാണ്. ദൈവമക്കൾക്ക് കാര്യമായിട്ട് സഹായിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ്. എന്റെ പിതാവ് കൂലിപ്പണി ചെയ്യുകയും അതോടൊപ്പം തന്നെ കർത്താവിന്റെ വേല ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദീർഘവർഷങ്ങൾ 35 വർഷക്കാലം 2007 എന്റെ പിതാവ് നെറ്റിയിൽ ചേർക്കപ്പെട്ടത്. അവസാന ശ്വാസം വരെ താൻ മരിക്കുമ്പോൾ എന്റെ വലത് കരുതി പിടിച്ചാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. പക്ഷേ തന്റെ അവസാന ശ്വാസം വരെ ഈ കർത്താവിനെ സേവിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം കൊടുത്തു. ഞങ്ങൾ ആരും അനാഥരായി തീർന്നില്ല. അന്ന് എന്റെ പിതാവ് ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം, ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യേശു ജീവിക്കുന്നു എന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഭാഗ്യവശാൽ ആ കർത്താവിന്റെ വേല ചെയ്യുന്ന, വിശ്വസ്തമായി കർത്താവിന്റെ വേല ചെയ്യുന്ന മാതാപിതാക്കളുടെ മകനായി വളരുവാൻ എനിക്ക് ഒരു ഭാഗ്യം തന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാൽ ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുകയാണ്. ഒരുപാട് കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയിട്ടും എന്റെ പിതാവ് താൻ എടുത്ത വചനം ഒരിക്കലും താഴ്ത്തി വെച്ചില്ല. കഷ്ടതയും പ്രയാസവും പട്ടിണിയും ഒക്കെ വന്നപ്പോൾ, നിന്നയും പരിഹാസങ്ങളും തള്ളപ്പെടലും ഒക്കെ ഏറ്റുവന്നപ്പോഴും ആ പിതാവ് ഒരിക്കലും ഈ വചനം മാറ്റിവെച്ചില്ല. ആ അനുഗ്രഹമാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹം. ഭാഗ്യവശാൽ എന്റെ പിതാവ് എടുത്ത അതേ വചനം തന്റെ മരണത്തിന് ശേഷം, താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് സെമിനാരിൽ പോകേണ്ടിടയായി. എന്നാൽ തന്റെ കൺമുമ്പിൽ തന്നെ എനിക്ക് ഒരു ശുശ്രൂഷകനായി തീരുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ് ഇപ്രകാരം ദൈവം എന്റെ പിതാവിനെ വിടുവിച്ചതും ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം. ദേവദാസനെ കണ്ടിന്യൂ ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഞാൻ എന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ ക്രമപരമായ ഒരു കാര്യങ്ങളിലേക്കാണ് ഞാൻ കടക്കുന്നത്. ഞാന് സ്നാനപ്പെടുന്നത് കർത്താവിനെ ചെറുപ്രായത്തിൽ രക്ഷകനായി സ്വീകരിപ്പാൻ ഒരു ഭാഗ്യം തന്നു.
എന്നാൽ എന്റെ ചെറുപ്രായത്തിൽ അത്രത്തോളം കർത്താവിനെ ആഴമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ പിതാവ് ഒരു ശുശ്രൂഷകനായിരുന്നുവെങ്കിലും ഭവനത്തിലെ പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെ കണ്ടാണ് ഞാൻ വളരുവാനായിട്ട് ഇടയായിത്തീർന്നത്. പലപ്പോഴും എന്റെ ചെറുപ്രായത്തില് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. നല്ല വസ്ത്രം ധരിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10 പൈസ ST അല്ലെങ്കിൽ പിന്നെ ബസ്സിന് കൊടുക്കുവാനായിട്ട് മാർഗമില്ലാത്തത് കൊണ്ട് 7 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിൽ നടന്നുപോയാണ് ഞങ്ങൾ പതിവായിട്ട് പഠിച്ചത്. ഒരു സ്കൂൾ ബാഗ് ഉപയോഗിച്ചതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അങ്ങനെ വളരെ കഷ്ടതയിലൂടെയാണ് ഞങ്ങൾ വളരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞങ്ങളുടെ പെര ആ സമയത്ത്, ഞങ്ങളുടെ വീട് ഒരു പുല്ലുമേഞ്ഞ പെരയാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങൾ സഹോദരങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് ഇവിടെ അടുത്തുള്ള തമിഴ്നാട്ടിലെ കാട്ടിൽ പോയി പുല്ലി എത്തിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ പെരമേയുന്ന വർഷാവർഷം പെരമേയുമായിരുന്നു. അങ്ങനെ പിന്നെ പശു വളർത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ മാതാപിതാക്കളെ കൃഷിയിലും മറ്റുമൊക്കെ സഹായിക്കുന്നതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ +2 പഠിക്കുമ്പോഴാണ് ഞാൻ സ്നാനപ്പെടുവാൻ കർത്താവിന്റെ സന്നിധി തീരുമാനമെടുത്തത്. എനിക്ക് 10ാം ക്ലാസ്സില് ഞാൻ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ മോശമായതുകൊണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ ഫെയിലായിപ്പോയി. എന്നാൽ പിന്നീട് അത് പാസ്സായതിനു ശേഷം എനിക്ക് +2 ഒരു അഡ്മിഷൻ കിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് പ്രാരംഭ കാര്യം നടന്നത് എന്റെ +2 വിദ്യാഭ്യാസത്തിലാണ്. അതിപ്രകാരമാണ് ഞാൻ +2 അപേക്ഷ വെച്ചെങ്കിലും എന്റെ മാർക്ക് കുറവായതുകൊണ്ട് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. എന്നാൽ വിശ്വാസത്താൽ ഞാൻ പുതിയൊരു ബുക്ക് വാങ്ങിച്ചിട്ട് ആ ബുക്കിന്റെ മുകളിൽ ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ സ്കൂളിന്റെ പേരെഴുതി വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ക്ലാസ്സുകൾ തുടങ്ങി 1 മാസമായിട്ടും എനിക്ക് കോളിംഗ് ലെറ്ററിൽ കിട്ടിയില്ല. പക്ഷെ എന്റെ വിശ്വാസം ഞാൻ കൈവിട്ടില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോളിംഗ് ലെറ്റർ ഞാൻ ആഗ്രഹിച്ച, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതേ സ്കൂളിൽ നിന്ന് ലഭിക്കുകയാണ്. യാതൊരു കാരണവശാലും എന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല. എന്നാൽ വിശ്വാസത്തെ ഞാൻ പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പോഴാണ്, ക്ലാസ്സുകൾ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോളിംഗ് ലെറ്റർ കിട്ടി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അവിടുന്ന് ട്രാൻസ്ഫർ ആയി അവരുടെ വീട്ടുകാർ പോയപ്പോൾ അങ്ങനെ ഒരു സീറ്റ് ഒഴിവ് വന്നു. എന്നെ ആ ഒഴിവിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എനിക്ക് ആ +2 അവിടെ അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് മുതൽ എന്റെ കർത്താവിനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്. അങ്ങനെ +2 ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. കോളേജ് വിദ്യാഭ്യാസത്തിൽ ഞാൻ പഠിച്ചത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തുള്ള MES കോളേജിലാണ് ഞാൻ BA പഠിച്ചത്. അന്ന് BA 2ാം വർഷം ഞാൻ പഠിക്കുമ്പോഴാണ് കർത്താവ് എന്നെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. എനിക്ക് വ്യക്തമായി ദൈവിക വിളി ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കലും എന്റെ പിതാവ് ഒരു ശുശ്രൂഷകനായതുകൊണ്ടല്ല ഞാൻ ഈ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. തീർച്ചയായിട്ടും ഞാൻ സത്യസന്ധമായി പറയട്ടെ, എന്റെ പിതാവിന്റെ കഷ്ടപ്പാടും പ്രയാസങ്ങളും മാതാപിതാക്കളുടെ ഈ പ്രയാസങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരിക്കലും ഈ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കില്ലായിരുന്നു. എന്റെ ആഗ്രഹം എന്തെങ്കിലും നല്ല ജോലി സമ്പാദിക്കണം, സുവിശേഷ വേലയിൽ അങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാം, ഇങ്ങനെ ഒരു ആഗ്രഹമല്ലാതെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങണമെന്ന് ഒരു തീരുമാനവും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ BA 2ാം വർഷം പഠിക്കുന്ന സമയത്ത് ഒരു രാത്രി ഞാൻ ഭവനത്തിൽ കിടന്നുറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ വലിയൊരു പ്രേരണ, ഒരു ആത്മഭാരം തന്നു. ഞാൻ പഠിക്കുന്ന കോളേജിൽ എന്റെ സഹപാഠികളുടെ ഇടയിൽ ഞാൻ സുവിശേഷം പറയുന്ന ട്രാക്റ്റുകൾ വിതരണം ചെയ്യണം. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കോളേജിൽ മാഗസിൻ എഡിറ്ററായിട്ട് ഇലക്ഷനിൽ നിന്ന് നല്ല വിജയം നേടി മാഗസിൻ ചീഫ് എഡിറ്ററായിട്ട് ഞാൻ നിൽക്കുന്ന സമയമാണ്. കോളേജിൽ നല്ല സ്ഥാനമുള്ള ഒരു സമയമാണ്. എനിക്കറിയാം, ഞാനൊരു സുവിശേഷകനായി കോളേജിൽ പ്രത്യക്ഷപ്പെട്ടാൽ, അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അപമാനിക്കപ്പെടുമെന്ന് എനിക്കറിയാം. അന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വലിയ പ്രേരണ തന്നു, ഞാൻ കർത്താവിന്റെ വേല ചെയ്യണമെന്ന്. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് എന്റെ ബാഗിൽ നിറച്ചും ട്രാക്റ്റുകളുമായി കോളേജിലേക്ക് കടന്നുപോയി. പക്ഷെ ഞാൻ പറയട്ടെ, കോളേജിൽ ചെന്നതിന് ശേഷം എനിക്ക് ആ ബാഗ് തുറക്കുവാനോ ഒരു ട്രാക്റ്റ് പോലും ആർക്കും കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അത്രമാത്രം എന്റെ ഉള്ളിൽ ഒരു അപകർഷതാബോധം. ഞാനൊരു സുവിശേഷകനെ അറിയപ്പെട്ടാൽ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ആശങ്ക എന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഞാൻ ഒരു ട്രാക്റ്റ് പോലും കൊടുക്കാതെ അന്ന് വൈകുന്നേരം ഭവനത്തിലേക്ക് മടങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ എനിക്ക് കിടന്നുറങ്ങുവാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാ വ്യക്തമായി എന്റെ ഹൃദയത്തിൽ സംസാരിച്ചു, എന്റെ കലാലയത്തിൽ ഞാൻ സുവിശേഷീകരണം നടത്തണമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വിളി 2 തരത്തിലുണ്ടാകും. ഒന്ന് ഡയറക്റ്റ് കോളിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് കോൾ.
നേരെ ദൈവം നമ്മളെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളുടെ ദൈവം വിളിക്കാറുണ്ട്. മോശയെ ദൈവം നേരിട്ട് വിളിച്ചു. അല്ലാത്ത സാഹചര്യങ്ങളുടെ ചിലപ്പോൾ ദർശനത്തിലൂടെ ദൈവം വിളിക്കും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, വചനത്തിലൂടെ ഇടപെടും. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ ആത്മഭാരം തരും. ഒരുപക്ഷെങ്കിൽ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിക്കും, ദൈവവചനത്തിലൂടെ ദൈവം സംസാരിക്കും. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും, നേരിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് നമുക്കൊരു കൺഫർമേഷൻ തരും. എനിക്കൊരു കൺഫർമേഷൻ പരിശുദ്ധാത്മാവ് തന്നു, എന്റെ ഹൃദയത്തിൽ തന്നു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ അന്ന് രാത്രി കർത്താവിനോട് ക്ഷമ പറഞ്ഞു, കർത്താവേ, ഇന്നലെ രാത്രിയിൽ എന്നോട് സംസാരിച്ചിട്ടും ഞാൻ ട്രാക്റ്റുകൾ കോളേജിൽ കൊണ്ടുപോയിട്ടും എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണമേ. ഞാനൊരു തീരുമാനമെടുക്കുന്നു, എന്നെ കർത്താവ് ഏതൊക്കെ നിലയിലേക്ക് നിയോഗിക്കുന്നോ അത് ഞാൻ വിശ്വസ്തമായി അങ്ങയുടെ വേല ചെയ്തോളാമെന്ന്. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ ബാഗ് നിറച്ച് ട്രാക്റ്റുമായിട്ട് കടന്നു ചെന്നു. ഞാൻ പറയട്ടെ, ഞാൻ കൊണ്ടുപോയ മുഴുവൻ ട്രാക്റ്റും എന്റെ ക്ലാസ്സിലുള്ള ആളുകൾ അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മറ്റു കൂട്ടുകാരൊക്കെ എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് എന്റെ കലാലയത്തിൽ എന്നെ കളിയാക്കിയിട്ട് ഒരു പേരാണ് പാസ്റ്റർ അല്ലെങ്കിൽ ഉപദേശി എന്ന പേര്. ഇന്നും ആ പേര്, ആ കളിയാക്കി വിളിച്ച പേര് ഇന്ന് അത് അർത്ഥവത്തായി തീർന്നിരിക്കുന്നു. എന്റെ കലാലയത്തിൽ എന്നെ കളിയാക്കി വിളിച്ച പേരാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ പഠിച്ച കോളേജിൽ ദൈവത്തിന്റെ മഹാകൃപയാൽ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ICFFനോട് ചേർന്ന് ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങുവാനും എന്റെ കലാലയത്തിൽ ഒരു സുവിശേഷകനായി തീരുമാനമായിട്ടിടയായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഞാൻ ഒഴികെ മറ്റുള്ള എല്ലാ എന്റെ കൂട്ടുകാരന്മാരും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ഞാൻ എന്നിലുള്ള മാറ്റം കണ്ടതിന് ശേഷം ആ മദ്യപിക്കുന്ന എന്റെ കൂട്ടുകാര്, പുകവലിക്കുന്ന എന്റെ കൂട്ടുകാര് എന്നെ കാണുമ്പോൾ മാറിക്കടന്നു. അതേ, പാസ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നെങ്കിൽ അവർ സിഗരറ്റ് പുറകിൽ പിടിച്ച് മാറി നിൽക്കും, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ മാറിപ്പോകും. അങ്ങനെ ഒരു ബഹുമാനം ഞാൻ പഠിച്ച കലാലയത്തിൽ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിന്റെ മഹാകൃപയാൽ ആ കലാലയത്തിൽ മുഴുവൻ എല്ലാ വിദ്യാർത്ഥികൾക്കും, ഏകദേശം 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ എനിക്ക് അങ്ങനെ കർത്താവിന് വേല ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എന്റെ ജീവിതത്തിലെ മറ്റൊരു സ്റ്റെപ്പ് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് പരിശുദ്ധാത്മാവ് ആ സമയത്ത് ഒരു ട്രാക്റ്റ് എഴുതുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. ടൈറ്റാനിക് എന്ന ഒരു സിനിമ ആ കാലഘട്ടത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ ഫേമസ് ആകുന്ന സമയത്താണ്. ടൈറ്റാനിക് ഒരു മുന്നറിയിപ്പ് എന്ന തലക്കെട്ടോടുകൂടി ഒരു സുവിശേഷ ട്രാക്റ്റ് സ്വന്തമായിട്ട് ആ സമയത്ത് എനിക്ക് എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള സകല പണവും എന്റെ പിതാവ് എനിക്ക് തന്നു. ഞാൻ പറയട്ടെ, ഞാൻ ആ ട്രാക്റ്റുകൾ സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്ത് ആ കലാലയത്തിൽ മുഴുവൻ വിതരണം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് തുടങ്ങിയ സുവിശേഷീകരണം ഞാൻ കലാലയത്തിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതായ സുവിശേഷീകരണമാണ് ഇന്നും ഏകദേശം 30ഓളം വർഷമായി കർത്താവിന്റെ വേല വിശ്വസ്തമായിട്ട് ചെയ്യുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം തന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കലാലയ പഠനത്തിന് ശേഷം ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ HMI എന്നറിയപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സംഘടനയിൽ ഇടുക്കി ജില്ലയുടെ ഒരു പ്രൊമോഷൻ സ്റ്റാഫായി എനിക്കൊരു നിയമനം ലഭിച്ചു. ഇടുക്കി ജില്ലയിലെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന സഭകളെ, ദൈവദാസന്മാരെ, ദൈവജനത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിക്കുവാനും ജീവകാരുണ്യത്തിലൂടെ സുവിശേഷം അറിയിക്കുവാനും അങ്ങനെ അനേക ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയാകാൻ 1 വർഷത്തോളം അങ്ങനെ HMI എന്ന് അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അതിനുശേഷമാണ് ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടാകുകയും, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഡിഗ്രിയിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് ഫെയിലായി പോയിരുന്നു. കാരണം എനിക്ക് ഭാഷയിൽ അത്ര പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ ഫെയിലായി പോയി. ഞാൻ ബൈബിൾ കോളേജില് സെമിനാരിയിൽ വിശാഖപട്ടണത്തുള്ള ചർച്ച് ഓൺ ദ റോക്ക് തിയോളജിക്കൽ സെമിനാരി COTR എന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സെമിനാരിയിലാണ് പഠിക്കുവാനായിട്ട് അപേക്ഷ കൊടുത്തത്. MDiv ക്ലാസ്സിന് പഠിക്കുവാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു. എന്നാൽ ഞാൻ ഡിഗ്രി ഫെയിൽ ആയതുകൊണ്ട് ഞാൻ അവിടെ കടന്നു ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് സബ്ജക്ട് ഫെയിൽ ആയി പോയി. അപ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, താങ്കൾക്ക് ഇംഗ്ലീഷ് വശമില്ല, 2 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല, കുറച്ച് നാള്, ചില മാസങ്ങൾ, ഒരു സെമസ്റ്റർ ഞങ്ങൾ അവസരം നിങ്ങൾക്ക് തരാം. ആ സെമസ്റ്ററിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാണെങ്കിൽ, ലാംഗ്വേജ് നല്ല ഇമ്പ്രൂവ്മെന്റ് ആകുവാണെങ്കിൽ, സബ്ജക്റ്റുകൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ MDiv കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ BTH കോഴ്സിൽ ഞങ്ങൾ ആക്കുകയുള്ളൂ എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ MDiv പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ വന്നത്, ദൈവം എനിക്ക് അങ്ങനെ ഒരു നിയോഗം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും എന്നെ താൽക്കാലികമായി MDivന് കോഴ്സ് എടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരത്ഭുതം കൂടെ ഞാൻ പറയട്ടെ. എന്റെ ജീവിതം അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതമാണ്. ഈ നിമിഷം വരെ ഇവിടെ ഞാൻ ഇരിക്കുന്നത്
ഇതെല്ലാം ഒരു അത്ഭുതമാണ്. അത് ഞാൻ പിന്നീട് നിങ്ങളോട് സൂചിപ്പിക്കുവാനായിട്ട് ഇടയാകട്ടെ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ MDiന് ഞാൻ അവിടെ ചെന്നു. താൽക്കാലികമായിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഞാൻ അവിടെ ക്ലാസ്സുകൾ പഠിച്ചു. കർത്താവിന്റെ കൃപയാൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കർത്താവ് ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭാഷ നല്ലതായി കൈകാര്യം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഞാൻ പഠിച്ച എല്ലാ സബ്ജക്റ്റുകൾക്കും തന്നെ നല്ല വിജയം ദൈവം എനിക്ക് തന്നു. മറ്റൊരു എന്റെ കടമ എന്ന് പറയുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അവിടെ ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ സെമിനാറിലായിരിക്കുന്ന സമയത്ത് സെമസ്റ്ററിന്റെ എക്സാം വന്നു. അതേ സമയത്ത് തന്നെയാണ് കേരളത്തിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഫെയിലായ സബ്ജക്റ്റുകളുടെ എക്സാം നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ചെയ്ത ഒരു അത്ഭുതം ഞാൻ പറയട്ടെ. ഞാൻ വളരെ ആശങ്കപ്പെട്ടു. സെമിനാറിൽ എനിക്ക് എക്സാം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് MD കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തില്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എഴുതുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ കഴിയത്തില്ല. ഞാൻ വളരെ ആശങ്കപ്പെട്ടു. ദൈവസന്നിധി ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ സെമിനാറിൽ എക്സാം എഴുതുവാൻ തീരുമാനിച്ച അതേ സമയത്ത് തന്നെ കേരളത്തിൽ MG യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ സമരം തുടങ്ങി, പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ള സന്ദേശം എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ പിതാവ് എന്റെ ഒരു സ്നേഹിതൻ ചേർന്ന് എന്റെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു. ഞാൻ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞാൻ ഫെയിലായ സബ്ജക്റ്റിന്റെ പരീക്ഷ നടക്കുകയാണ്. എങ്ങനെ പഠിക്കണമെന്ന് എനിക്കറിയത്തില്ല. പുസ്തകങ്ങളെല്ലാം മാറി. ഞാൻ അത്യാവശ്യം ഗൈഡൊക്കെ വാങ്ങിച്ചു. ബസ്സിലിരുന്ന് കോളേജിൽ പോകുന്ന സമയത്ത് ഈ പുസ്തകങ്ങളൊന്ന് വായിക്കും. കർത്താവിന്റെ കൃപയാൽ എനിക്ക് നല്ല വിജയം ദൈവം തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ കോളേജിൽ മടങ്ങിച്ചെന്നപ്പോൾ അവിടെ കർത്താവ് ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അതാണ് എന്റെ സെമിനാരി പഠനത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഒരുപാട് സമയങ്ങളിൽ എന്റെ സെമിനാരി പഠനത്തില് ഞാൻ സാമ്പത്തികമായി ഭാരപ്പെട്ടിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് എന്നെ സഹായിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. എന്റെ ജ്യേഷ്ഠനാണ് മിക്കവാറും എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആരെങ്കിലും സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും കുട്ടികളൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എനിക്ക് പോകുവാൻ കഴിയത്തില്ല. പലപ്പോഴും കുളിക്കുവാൻ സോപ്പില്ലാത്ത സമയങ്ങൾ, നല്ല വസ്ത്രമില്ല. ഞാൻ സെമിനാരിൽ പോകുന്നത് ആകെ 2 പാന്റും 3 ഷർട്ടും കൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്നാൽ എല്ലാ ദിവസവും ഞാൻ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്റെ വസ്ത്രങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ കൂട്ടുകാരൊക്കെ ചോദിക്കും, നിനക്ക് എത്രയോ ഡ്രസ്സുകൾ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്റെ വിഷമങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്നെ ആ കാലഘട്ടത്തിൽ ആത്മാർത്ഥമായി എന്നെ സഹായിച്ച ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശശിപോൾ പ്രിൻസ് എന്നറിയപ്പെടുന്ന ദൈവദാസൻ. ഇപ്പോൾ പഞ്ചാബിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അദ്ദേഹമാണ് എന്നെ ഒത്തിരി സമയങ്ങളിൽ എന്നെ സഹായിക്കുവാൻ, അങ്ങനെ ഒത്തിരി കൂട്ടുകാര് എന്നെ സഹായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരത്ഭുതം ഞാൻ പറയട്ടെ. എന്റെ സെമിനാരി പഠനത്തിൽ നടന്ന ഒരത്ഭുതം, ഒരുപാട് അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം, എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അത്ഭുതം പറയട്ടെ. എനിക്ക് സെമിനാരിലെ ഒരു ആവശ്യത്തിന് 20 രൂപ ബാലൻസ് കൊടുക്കാനുണ്ട്. അത് കൊടുക്കേണ്ട സമയമായി. എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. ഞാൻ വിശ്വാസത്താൽ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ 1 രൂപ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ല. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ആരോട് ഞാൻ ചോദിക്കത്തില്ല. ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, സെമിനാരി പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണം കഴിച്ചു വരുന്ന സമയത്ത് പോസ്റ്റ്മാൻ വരും. പോസ്റ്റ്മാൻ വന്ന് മണി ഓർഡറും കത്തുകളും ഒക്കെ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ അഡ്രസ് അനുസരിച്ച് കൊടുക്കും. പോസ്റ്റ്മാൻ വരുമ്പോഴേ എല്ലാവരും കൂട്ടം കൂടി നിൽക്കും. ഞാൻ സാധാരണ അങ്ങനെ പോസ്റ്റ്മാന്റെ അടുക്ക പോകാറില്ല. കാരണം എനിക്ക് അങ്ങനെ പതിവായിട്ട് കത്തോ അങ്ങനെ സാധാരണ മണി ഓർഡർ കിട്ടാറില്ല. എന്നാൽ അന്ന് എനിക്ക് 20 രൂപ കൊടുക്കാനുള്ള അന്ന് എനിക്കൊരു കത്ത് ലഭിച്ചു. എനിക്ക് മണി ഓർഡർ ലഭിച്ചില്ല, ഇല്ലന്റ് ലെറ്ററിൽ ഒരു കത്ത് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കത്ത് പൊട്ടിച്ചു. വായിക്കാൻ വേണ്ടിയ കത്ത് പൊട്ടിച്ചപ്പോൾ അതിൽ 20 രൂപ ഒട്ടിച്ചു വെച്ചിരിക്കുക. എന്റെ സ്നേഹിതനായ ഒരു പാസ്റ്റർ കേരളത്തിൽ നിന്ന് അദ്ദേഹം എനിക്ക് കത്ത് എഴുതിയിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിക്കുക, ബ്രദറെ, എന്നോട് ദേഷ്യപ്പെടരുത്, ഞാനൊരു തമാശക്കാണ് 20 രൂപ ഇതിന്റെ അകത്ത് ഒട്ടിച്ചു വെച്ചത്. ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്ന കർത്താവ്. ഇന്ന് എന്റെ കയ്യിൽ 20 കോടി രൂപ കിട്ടിയാലും അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതം എന്റെ സെമിനാരി പഠനത്തിൽ ലഭിച്ച 20 രൂപ. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നമ്മുടെ ദൈവം അവിശ്വസ്തനായ ദൈവമല്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ഭാരങ്ങളും അറിയുന്ന കർത്താവ്. അന്ന് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി 20 രൂപയ്ക്ക് ഒരു അത്ഭുതം ചെയ്തു. എന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി, എന്റെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ ബാക്കിയൊന്നും വായിച്ചില്ല. ഞാൻ ഓടി എന്റെ റൂമിലേക്ക് പോയി. ഞാൻ മുട്ടുമേലിരുന്ന് എന്റെ ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത്
അത് വലുതായിക്കൊള്ളട്ടെ, ചെറുതായിക്കൊള്ളട്ടെ, ചിലപ്പോൾ 1 രൂപ 1,00,000 രൂപയ്ക്കാളും വിലയുള്ള സമയങ്ങളുണ്ടായിരിക്കാം. എന്റെ കർത്താവ് വിശ്വസ്തനായ കർത്താവ്, ആ യേശു ഇന്ന് ജീവിക്കുന്ന കർത്താവ്. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അന്ന് ആ 20 രൂപ അങ്ങനെ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് എന്റെ പഠനം അവിടെ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. 1 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് കോളേജിന് ഇങ്ങനെ ഒരു കത്തെഴുതി, ആ രജിസ്ട്രാറിന് കത്തെഴുതി, സാറേ എനിക്ക് തുടർന്ന് പഠിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും അഡ്മിഷന് ശ്രമിക്കുകയാണ്, എനിക്ക് ഇനി തുടർന്ന് വരുവാനായിട്ട് കഴിയുകയില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കത്തെഴുതി. സ്തോത്രം. ഞാൻ കേരളത്തിൽ പല ബൈബിൾ കോളേജും അന്വേഷിച്ചു ഇനി തുടർ പഠനത്തിന് വേണ്ടി. എന്നാൽ എന്റെ കർത്താവ് എന്നെ അതിന് അനുവദിച്ചില്ല. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് ഒരു കത്ത് വന്നു. ഇപ്രകാരം എഴുതി, ബ്രദർ, നമ്മുടെ സെമിനാരിയിൽ എല്ലാ വർഷവും ചാപ്പലിൽ നിന്ന് ലഭിക്കുന്ന സ്തോത്രകാഴ്ച വരുമാനത്തിൽ നിന്ന് ഓരോ സ്റ്റുഡൻസിനെ സ്പോൺസർ ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതത്തിലും പഠനത്തിലും മികവ് കാട്ടുന്ന മാതൃകയുള്ള ഓരോ സ്റ്റുഡൻസിനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ വർഷം ബ്രദറിനെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് മറ്റു കോളേജുകൾ അന്വേഷിക്കേണ്ട, സെമിനാറിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞ് എനിക്കൊരു കത്ത് ലഭിച്ചു. എനിക്ക് തുള്ളിച്ചാടാൻ തുടങ്ങി. ഞാൻ കോളേജിലേക്ക് മടങ്ങിപ്പോയി. ആ സ്പോൺസർഷിപ്പ് എനിക്ക് എന്റെ പഠനം തീരുന്നവരെ 2 വർഷക്കാലമുള്ള 3 വർഷം ഞാൻ പഠിച്ചു. അടുത്ത 2 വർഷക്കാലം മുഴുവനും എനിക്ക് സെമിനാരി സ്പോൺസർ ചെയ്ത് പഠിച്ച് പുറത്തിറങ്ങുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. ഞാൻ അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. എന്റെ സെമിനാരി പഠനകാലത്തിൽ എന്റെ ക്ലാസ്മേറ്റായ മേരി സിൽവിയ എന്നറിയപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസിയെ സെമിനാരി ലൈഫിൽ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഒരു പാസ്റ്ററിന്റെ മകളായിട്ട് ജനിച്ചു വളർന്ന, മൂത്ത മകളായി ജനിച്ചു വളർന്ന, ശുശ്രൂഷ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു സഹോദരിയായിരുന്നു. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ ദൈവീയ ദർശനങ്ങൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങളുടെ മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും ഞങ്ങൾ കൺസൾട്ട് ചെയ്യും. അങ്ങനെ 2004 മെയ് മാസം 6-ാം തീയതി കമ്പമെട്ടിലുള്ള എന്റെ മാതൃസഭയിൽ വെച്ച് ആ ദൈവദാസിയെ, എന്റെ ജീവിത പങ്കാളിയെ സ്വീകരിപ്പാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, എന്റെ വിവാഹം മുതൽ ഈ നിമിഷം വരെ ഞാൻ ശുശ്രൂഷ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കൈത്താങ്ങൽ എന്റെ മാതാവിന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എന്റെ സുഖത്തിലും ദുഃഖത്തിലും കഷ്ടതയിലും പ്രയാസത്തിലും ഇന്നും കൂടെ നിൽക്കുന്ന ആ സഹോദരി, ആ ദേവദാസി എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് വരെയും ശുശ്രൂഷയിൽ മുന്നേറുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നത്. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. എന്റെ ഭാര്യ ഒരു പാരമ്പര്യ ഹൈന്ദവ കുടുംബത്തിൽ, ആന്ധ്രാപ്രദേശിലെ ഒരു പാരമ്പര്യ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരിയാണ്. എന്റെ ഭാര്യ പിതാവിന്റെ പേര് രാമകൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹം വലിയ ഹിന്ദു അല്ലെങ്കിൽ അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. കർത്താവിനെ പറ്റി അറിയാനോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷകരെ എവിടെ കണ്ടാലും ഓടി നടന്ന് മർദ്ദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ അടിക്കുകയും തല്ലുകയും തന്റെ ഭവനത്തിൽ ഒറ്റ സുവിശേഷകരെ കയറ്റത്തില്ലായിരുന്നു. എന്നാൽ തന്റെ വിവാഹത്തിന് ശേഷം എന്റെ ഭാര്യ മാതാവ് അല്ലെങ്കിൽ തന്റെ ഭാര്യ അടുത്തുള്ള അവരൊരു നേഴ്സായിരുന്നു. അടുത്തുള്ള ഒരു ക്രിസ്ത്യ ഹോസ്പിറ്റലിലാണ് ജോലി കിട്ടിയത്. ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പുതിയ നിയമം, ഗിഡൻസിന്റെ ഒരു പുതിയ നിയമം കിട്ടുകയും ആ പുതിയ നിയമം വീട്ടിൽ കൊണ്ടുവന്ന് ആരും കാണാതെ അലമാരിയിൽ വെക്കുകയും അത് രഹസ്യമായി വായിക്കുകയും പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് എന്റെ ഭാര്യ പിതാവ്, ഈ സുവിശേഷരെ മർദ്ദിക്കുന്ന ഈ ഭാര്യ പിതാവ് തന്നോട് മാതാവ് സുവിശേഷമൊക്കെ പറഞ്ഞു. എന്നാൽ തനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു ദിവസം തനിക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടു. എന്റെ പിതാവിനെ പോലെ തന്നെ അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ള വിധിയെഴുത്തുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആരും തന്നോട് പറയാതെ തനിക്കൊരു ദർശനം കിട്ടി. ആ ദർശനം എങ്ങനെയാണ്? ഒരു വയോധികനായ ഒരു വ്യക്തി ഒരു സിംഹാസനത്തിലിരിക്കുന്നു. സിംഹാസനത്തെയോ വ്യക്തിയോ കാണാത്ത വിധത്തിൽ വലിയൊരു പ്രകാശ ഗോപുരം, വലിയൊരു പ്രകാശ വലയത്തിലിരിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അടുക്ക് ഒരു യൗവനക്കാരനായ ഒരു വ്യക്തി ഇരിക്കുന്നു. ആ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ പറയുന്നു, ജീവന്റെ പുസ്തകം കൊണ്ടുവരാൻ. ആ പുസ്തകം കൊണ്ടുവന്നപ്പോൾ അതിലിങ്ങനെ എന്റെ പിതാവ് ഇങ്ങനെ കണ്ടു, എന്റെ ഭാര്യ പിതാവ് ഇങ്ങനെ കണ്ടു, രാമകൃഷ്ണൻ എന്നുള്ള പേരുണ്ട്, പക്ഷേ ചുമല മഷി കൊണ്ട് അത് വെട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വയോധികനായ വ്യക്തി യൗവനക്കാരനായ വ്യക്തിയോട് പറയാണ് ഇവനെ തീച്ചുളയിൽ തള്ളിയിടാൻ. അപ്പോൾ ഈ യൗവനക്കാരൻ പറയാ, ഇല്ല പിതാവേ, 1 വർഷം കൂടെ നോക്കട്ടെ, കുറച്ചും കൂടെ നോക്കട്ടെ, രക്ഷപ്പെടുവോ നോക്കട്ടെ, രക്ഷിക്കപ്പെടുവോ നോക്കട്ടെ എന്ന് പറയുന്ന ഒരു കാഴ്ച താൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ നിമിഷം തന്നെ
ഈ ദർശനം കിട്ടിയപ്പോൾ തന്നെ എന്റെ ഭാര്യ പിതാവ് സുവിശേഷകരെ പതിവായിട്ട് മർദ്ദിക്കുന്ന, സുവിശേഷ വേല വെറുത്ത, അല്ലെങ്കിൽ സുവിശേഷകരെ ഭവനത്തിൽ കയറ്റാത്ത ആ വ്യക്തി ആ മുട്ടുമേൽ നിന്നുകൊണ്ട് കണ്ണുനീരോടുകൂടെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ തന്നെയും തന്റെ ഭാര്യയും, അല്ലെങ്കിൽ എന്റെ ഭാര്യ മാതാപിതാക്കളെ അവരുടെ ഭവനത്തിൽ നിന്ന് അവരുടെ പിതാവ് ഇറക്കി വിട്ടു. കാരണം തന്റെ പിതാവ് ആ സമയത്ത് സബ് ഇൻസ്പെക്ടറായി, ആന്ധ്രാപ്രദേശിലെ പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന സമയമായിരുന്നു. തന്റെ കുടുംബം ഒരു പാരമ്പര്യ കുടുംബമായതുകൊണ്ട്, ഒരു പാരമ്പര്യ ഹൈന്ദവ കുടുംബമായതുകൊണ്ട് ഇത് അവർക്ക് വളരെ അപമാനമായി തീരും എന്ന് മനസ്സിലാക്കി തന്നെ ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുവാൻ ഇടയായിരുന്നു. വിശ്വാസത്താൽ ദൈവവചനം മാത്രം കൈമുതലാക്കി എന്റെ ഭാര്യ മാതാപിതാക്കൾ അവർ ഭവനത്തിൽ നിന്ന് ഇറങ്ങി കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് തുടങ്ങി. ഒരിക്കലും സുവിശേഷം കേൾക്കാത്ത ആന്ധ്രാപ്രദേശിലെ ഗ്രാമങ്ങളിൽ പരിശുദ്ധാത്മ എവിടെയൊക്കെ അയച്ചോ അവിടെയൊക്കെ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇടയായിരുന്നു. അവർക്ക് സ്വന്തമായ ഒരു ഭവനമില്ല, കിടന്നിറങ്ങാനോ ഒരു ഭവനമില്ല. ചിലർ കൊടുത്തു, അവരുടെ കന്നുകാലിത്തൊഴുത്തിന്റെ ഒരു ഭാഗം അവർക്ക് കിടക്കുവാൻ കൊടുത്തു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനേക വർഷങ്ങൾ കിടന്നു അവർ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായിരുന്നു. വിശ്വസ്തമായിട്ട് കർത്താവിന്റെ വേല ചെയ്തു. അനേക ഇടങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാനും കർത്താവിന്റെ നാമം വ്യാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കുവാനും അവരെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഇടയായിരുന്നു. കഴിഞ്ഞ കൊറോണ സമയത്ത് എന്റെ ഭാര്യ പിതാവ് നെറ്റിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ കർത്താവിന്റെ വേലയിൽ ആവോളം വർദ്ധിച്ചു വരുവാൻ കർത്താവരെ സഹായിച്ചു. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു ദൈവദാസിയെ എന്റെ ഭാര്യയായി ദൈവം തരുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം, സെമിനാരി പഠനം പൂർത്തിയതിന് ശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അതിനുശേഷം ചില വർഷങ്ങൾ വിശാഖപട്ടണത്തുള്ള ന്യൂ ലൈഫ് സ്കൂൾ ഓഫ് മിഷൻ എന്നറിയപ്പെടുന്ന ബൈബിൾ കോളേജിൽ ചില വർഷങ്ങൾ അധ്യാപകരായി പ്രവർത്തിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അങ്ങനെ അനേക വർഷങ്ങൾ ബൈബിൾ കോളേജ് അധ്യാപകരായി പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള ഹാർവസ്റ്റ് മിഷൻ ബൈബിൾ കോളേജിൽ അധ്യാപകരായി പ്രവർത്തിച്ചു. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഭാര്യ പിതാവ് ആ സമയത്ത് ചർച്ച് ഓഫ് ഗോഡ് ഓഫ് പ്രൊഫസി എന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവസഭയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് ആഗോള പെന്തക്കോസ്ത് സഭയാണ്. ലോകത്തിലെ 138ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പെന്തക്കോസ്ത് സഭയാണ് ചർച്ച് ഓഫ് ഗോഡ് ഓഫ് പ്രൊഫസി എന്നറിയപ്പെടുന്ന ഈ ദൈവസഭ. എന്റെ ഭാര്യ പിതാവ് ആ പ്രസ്ഥാനത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കർത്താവിന്റെ മഹാകൃപയാൽ 2011 ചർച്ച് ഓഫ് ഗോഡ് ഓഫ് പ്രൊഫസിയുടെ ഉന്നത നേതാക്കന്മാർ അവര് ആന്ധ്രാപ്രദേശിലുള്ള ജനറൽ കൺവെൻഷന് വന്നപ്പോൾ കൂടിക്കാണുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. അതിനൊരു മുഖാന്തരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ തരുണത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചർച്ച് ഓഫ് ഗോഡ് ഓഫ് പ്രൊഫസി എന്നറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവ സഭയുടെ എല്ലാ വർഷവും നടക്കുന്ന ജനറൽ കൺവെൻഷനിൽ വിദേശികളായ മിഷണറിമാരായ ദാസന്മാർ പതിവായിട്ട് വരാറുണ്ട്. അതിലൊരു മിഷണറി വനിതയായ ജോയ്സ് കാനൻ എന്നറിയപ്പെടുന്ന ഒരു ദൈവദാസിയെ കാണണമെന്ന് എന്റെ ഭാര്യയ്ക്ക് വളരെ ആഗ്രഹം. അന്ന് എന്റെ ഭാര്യ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ആ ദൈവദാസിയെ കാണുവാനുള്ള ആഗ്രഹത്തിൽ അവരവിടെ കൺവെൻഷൻ സ്ഥലത്ത് പോയെങ്കിലും സഭാ നേതാക്കന്മാര് അവരെ കാണുവാൻ അനുവാദം കൊടുത്തില്ല. അങ്ങനെ വളരെ വിഷമത്തോടുകൂടി കരച്ചിലോടുകൂടി എന്റെ ഭാര്യ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ആ ദൈവദാസിയെ കാണുവാൻ വേണ്ടി 13 വർഷക്കാലം എന്റെ ഭാര്യ പ്രാർത്ഥിച്ചു. 8ാം ക്ലാസ് മുതൽ 13 വർഷം പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. 13ാമത്തെ വർഷം എന്റെ ഭാര്യ, എന്റെ മൂത്ത മകന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആന്ധ്രയിലുള്ള തന്റെ ഭവനത്തിൽ ഡെലിവറിക്ക് വേണ്ടി പോകുന്ന സമയത്ത് വളരെ കൊടുമഴയുള്ള ഒരു സമയമാണ്. അന്ന് ആ സമയത്ത് താൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ 13 വർഷം കാണുവാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ആ ദൈവദാസിയെ, ആ മിഷണറി വനിതയെ ദൈവം തന്റെ ഭവനത്തിലേക്ക് അയച്ചു. വളരെ പ്രതികൂലമായ സാഹചര്യം, മഴയും മറ്റു പ്രതികൂലമായ സാഹചര്യത്തിലും അവർ വന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തന്നു, നിങ്ങളെ കാണണമെന്ന്. അവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനും പ്രവചിക്കുവാനും തുടങ്ങി. അവർ പറഞ്ഞു, ദീർഘവർഷങ്ങളായി ഞാൻ ഇന്ത്യയിൽ വരുന്നുണ്ട്. എന്റെ എല്ലാ മീറ്റിങ്ങുകളിലും പതിവായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് ആണുങ്ങളാണ്, പുരുഷന്മാരായ ദൈവദാസന്മാരാണ്. എന്നാൽ ഇന്നു മുതൽ എന്റെ മെസ്സേജുകൾക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ ഞാൻ നിന്നെ നിയോഗിക്കുകയാണ് എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവർ, അന്ന് എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, എങ്കിലും താൻ അത് സ്വീകരിച്ചു. 13 വർഷം ആർക്ക് വേണ്ടി എന്റെ ഭാര്യ പ്രാർത്ഥിച്ചുവോ ആ ദൈവദാസിയെ തന്റെ അടുക്കൽ ദൈവം അയച്ചിട്ട് ദൈവം ഒരു ഓപ്പണിങ് ശുശ്രൂഷയ്ക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ എന്റെ ഭാര്യ തന്റെ മെസ്സേജുകൾക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ തുടങ്ങി. ആ ദൈവദാസി അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി. ഞങ്ങളുടെ സഭയുടെ ആസ്ഥാനം ക്ലീവ്ലാൻഡിലാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ ആസ്ഥാനമുള്ള ആ സ്ഥലത്താണ്
ചർച്ച് ഓഫ് ഗോഡ് പ്രൊഫസിയുടെ ആസ്ഥാനം ക്ലീവ്ലാൻഡിൽ അവിടെ കടന്നു ചെന്ന സഭാ നേതാക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞു, 2 ശുശ്രൂഷകരെ ഞാൻ നമ്മുടെ ശുശ്രൂഷയിലുള്ള ഒരു ദേവദാസന്റെ മകളെയും തന്റെ ഭർത്താവിനെ പരിചയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളാണ്. എന്തുകൊണ്ട് നമുക്ക് അവരെ നമ്മുടെ ശുശ്രൂഷയിൽ എടുത്തുകൂടാ എന്ന് താന് അവിടെ ചെന്ന് ചോദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദീർഘനാളുകൾ ഞങ്ങൾക്ക് മറുപടി ഒന്നും ലഭിച്ചില്ല. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ കൺവെൻഷൻ സ്ഥലത്ത് വന്നപ്പോൾ ആമേ സ്തോത്രം, സഭയുടെ ഉന്നത അധികാരത്തിലുള്ള ദൈവദാസനെ മറ്റൊരു ലീഡേഴ്സും അറിഞ്ഞില്ല. അദ്ദേഹം നേരിട്ട് ഞങ്ങളെ വിളിച്ച് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ ദർശനം ഞാൻ പങ്കുവെച്ചു, അദ്ദേഹം തന്റെ ദർശനം എന്നോട് പങ്കുവെച്ചു. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ അതുവരെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുവാൻ തീരുമാനമെടുത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ ദർശനമുള്ള ആത്മഭാരമുള്ള ദൈവദാസനോട് ചേർന്ന് നിൽക്കണമെന്ന്. ആ ദൈവദാസൻ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഇനിയും തീരുമാനമെടുക്കാൻ സമയം വേണോ? ഞാൻ പറഞ്ഞില്ല. കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞു, കർത്താവിന്റെ ദാസനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്ന്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, ആ ദൈവദാസന് കരങ്ങൾ കൊടുത്ത് എന്റെ മേൽ തന്റെ കരങ്ങൾ വെച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിൽ ആക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസരം കിട്ടിയെങ്കിലും പിന്നെയും ചില വർഷങ്ങൾ ഒരു മറുപടിയും കിട്ടിയില്ല. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് എനിക്ക് വരുന്നു. ദൈവദാസനെ ചർച്ച് ഓഫ് ഗോഡ് പ്രൊഫസിയുടെ റീജിയണൽ ഓവർസിയറായിട്ട് സഭ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു എന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ ഭാര്യയെ വുമൺസ് മിനിസ്ട്രിയുടെ ചർച്ച് ഓഫ് ഗോഡ് പ്രൊഫസിയുടെ വുമൺസ് മിനിസ്ട്രിയുടെ സൗത്ത് ഇന്ത്യയുടെ ഡയറക്ടറായിട്ടും നിയമിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് മുതൽ 2011 മുതൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. അതിനുശേഷം ഞങ്ങൾ ബൈബിൾ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് കോട്ടയത്ത് കളത്തിപ്പടി എന്ന സ്ഥലത്തിന് മാങ്ങാനത്തിനടുത്തുള്ള ആനത്താനം എന്നാണ് അറിയപ്പെടുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കുകയും, സ്തോത്രം, ആമേൻ, ഈ പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അവിടെ ബൈബിൾ കോളേജ് ഞങ്ങൾ ആരംഭിച്ചു. 5 വർഷക്കാലം BTH വരെ കോഴ്സുകൾ അവിടെ നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. സഭകൾ സ്ഥാപിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ, എന്റെ ഭാര്യ, എന്റെ മാതാവ്, എന്റെ മൂത്ത കുഞ്ഞ്. അതിനുശേഷം ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. ഞങ്ങൾ 2 ആൺമക്കളാണ്. സ്തോത്രം. 4 പേര് കൂടി ഇരുന്ന് ഞങ്ങൾ സഭായോഗം ആരംഭിച്ചു, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ ആരംഭിച്ച പ്രവർത്തനമാണ് ഇന്ന് പല സംസ്ഥാനങ്ങളിലേക്കും കർത്താവിന്റെ കൃപയാൽ വ്യാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. പയനിയർ മിനിസ്ട്രി, പുതിയതായ സഭകൾ സ്ഥാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ 6 വർഷക്കാലം ഞങ്ങൾ കോട്ടയത്തായിരുന്നു, 2011 മുതൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഒരു പ്രേരണ തന്നു, ഇതുവരെ സുവിശേഷം കേൾക്കാത്ത ആളുകളുടെ ഇടയിൽ പോകണം. സ്തോത്രം. ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. നല്ല കെട്ടിടം വാടക കൊടുക്കാൻ മുടക്കമില്ലാതെ വാടക കൊടുക്കുന്നു. ഞാനൊരു ആ സമയത്ത് ഒരു വാഹനം, ഒരു 4 വീലർ വാങ്ങിക്കുവാൻ ഇടയായിത്തീർന്നു. നല്ല ബന്ധങ്ങൾ, ബൈബിൾ കോളേജ് നടക്കുന്നു. എന്റെ കൂടെ സഹ ശുശ്രൂഷകരുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലലോ അലച്ചിലോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവിടം വിട്ട് ഇനി സുവിശേഷം ഒരിക്കലും കേൾക്കാത്ത ആളുകളുടെ ഇടയിൽ പോകണമെന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏതൊരു കാര്യത്തിനും ദീർഘനാളുകൾ പ്രാർത്ഥിച്ചാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. എന്നാൽ ദൈവശബ്ദം, ഇങ്ങനെ ഒരു ദൈവശബ്ദം കേട്ടപ്പോൾ പിന്നെ ഞാൻ ദീർഘസമയങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനോ ഇല്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ റെഡിയാണ്, പക്ഷെ എനിക്കൊരു അടയാളം വേണം. കർത്താവ്, എനിക്കൊരു അടയാളം ദൈവം തന്നാൽ അത് ദൈവശബ്ദമായിട്ട് ഞാൻ അംഗീകരിക്കും, അത് ദൈവഹിതമായിട്ട് ഞാൻ അംഗീകരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കൊരു അടയാളം തരുന്നുവെങ്കിൽ, നിങ്ങൾ ഒരു അടയാളത്തിന് വേണ്ടി, ഏത് വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, ഒരു അടയാളത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവെ, ഇങ്ങനെ ഒരു അടയാളം തന്നാൽ അത് ദൈവഹിതമാണെന്ന് ഞാൻ വിശ്വസിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു ദിവസം ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ, ദൈവഹിതം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പറഞ്ഞ എങ്ങനെയാണ് ദൈവഹിതം തിരിച്ചറിയുന്നത്? ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ വിഷയം എന്തായിക്കൊള്ളട്ടെ, ചിലപ്പോൾ വിവാഹമായിരിക്കാം, ജോലിയായിരിക്കാം, യാത്രയായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, വീട് പണിയായിരിക്കാം, എന്തായിക്കൊള്ളട്ടെ, ആ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു സമാധാനം തന്നാൽ, അത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അത് ശരിയല്ല, അത് നടക്കത്തില്ല, അതങ്ങനെ പോയ അത് നന്നാകത്തില്ല എന്നൊക്കെ ബുദ്ധി പറഞ്ഞാലും ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഒരു സമാധാനമുണ്ടെങ്കിൽ അത് ദൈവഹിതം തന്നെയായിരിക്കും. എന്നാൽ മറിച്ച് നമ്മൾ ചിന്തിക്കുക അത് നല്ലതാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് പറയണം നല്ലതാണ്, എന്നാൽ ഉള്ളിൽ ആ വിഷയത്തിന്മേൽ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിന്മേൽ ഒരു സമാധാനമില്ലെങ്കിൽ അതൊരിക്കലും ദൈവഹിതമല്ല,
അതിനുവേണ്ടി നിങ്ങൾ സ്റ്റെപ്പ് വെക്കരുത്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ ഹിതമാണെങ്കിൽ എനിക്കൊരു അടയാളം വേണം. ഞാൻ പറഞ്ഞ, കർത്താവേ, എന്നെ അറിയാത്ത ഒരു വ്യക്തി ഒരു സ്ഥലത്തു നിന്ന്, ഏത് സ്ഥലമായിക്കൊള്ളട്ടെ, ഏത് സംസ്ഥാനമായിക്കൊള്ളട്ടെ, എന്നെ ഫോണിൽ വിളിച്ച് എന്നോട് പറയണം, ദൈവദാസനെ ഞങ്ങളുടെ ദേശത്തേക്ക് വരണം, ഇവിടെ സുവിശേഷം കേൾക്കാത്ത ജനങ്ങളുണ്ട്, ദൈവദാസൻ ഇവിടെ വന്ന് സുവിശേഷം പറയണം എന്ന് ആര്, ഏത് ഭാഷക്കാര്, ഏത് സംസാരക്കാര് എന്നോട് പറയുന്നോ അത് ദൈവഹിതമായിട്ട് ഏറ്റെടുക്കും, ഞാൻ അനുസരിക്കും, ഞാൻ കടന്നു പോകും എന്ന് ദൈവത്തിന് തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം എന്ന് പറയട്ടെ, അത്ഭുതം എന്ന് പറയട്ടെ. ചില ദിവസങ്ങൾക്കുള്ളിൽ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എനിക്കറിയാത്തൊരു വ്യക്തി കർണാടകയിൽ നിന്ന്, കോളാറിൽ നിന്ന് വിളിക്കുന്ന നിസ്സാര വ്യക്തിയല്ല. ആ കോളാറിലുള്ള ലോ കോളേജിൽ പ്രൊഫസറായ ആ ദൈവദാസൻ, ആ വ്യക്തി എന്നെ വിളിക്കുക. എന്നെ വിളിച്ചിട്ട് പറയുക, ദൈവദാസനെ, ഈ കർണാടകയിൽ നിങ്ങൾ വരണം, ഈ കോളാറിൽ നിങ്ങൾ വരണം. ഇവിടുത്തെ അനേക ഗ്രാമങ്ങൾ, നൂറുകണക്കിന് ഗ്രാമങ്ങൾ ഒരിക്കലും സുവിശേഷം കേൾക്കാത്ത ഗ്രാമങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഞാൻ അതിശയിച്ചു പോയി. കർത്താവിന്റെ പ്രവൃത്തി എത്ര വലുതാ! ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറക്കുന്നോ, ഏത് കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നോ, കർത്താവ് വ്യക്തമായ ഒരു കൺഫർമേഷൻ തരും. വ്യക്തതയില്ലാതെ കർത്താവ് നമ്മളെ ഒന്നിനും നിയോഗിക്കത്തില്ല. വ്യക്തതയില്ലാതെ ഒരു കാര്യം ദൈവം നമ്മളെ ഏൽപ്പിക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, അതൊരു കൺഫർമേഷനോട് കൂടെയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോരുത്. അവിടെ വിജയിക്കുവാൻ ദൈവം നമ്മളോട് കൂടെയുണ്ട്. എന്റെ അനുഭവത്തിൽ എന്ന് പറയട്ടെ, ആ വ്യക്തി എന്നെ വിളിച്ചു. സ്തോത്രം, സ്തോത്രം. ഞാൻ അത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ റെഡിയാ കർത്താവേ. ആ സമയത്ത് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് അങ്ങോട്ട് പോകുവാൻ, കർണാടകയിൽ പോകണം, വീട് വാടകയ്ക്ക് എടുക്കണം, മറ്റു ക്രമീകരണങ്ങൾ ചെയ്യണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് തലയ്ക്കകത്ത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, എനിക്കൊരു 4 വീലർ ഉണ്ട്, അത് വിറ്റിട്ട് ഞാൻ അതുകൊണ്ട് പോകും. ഞാൻ ആ 4 വീലർ പോകുവാൻ OLX-ൽ ഞാൻ ഇതിന്റെ ന്യൂസ് കൊടുത്തു, അതിന് പരസ്യം കൊടുത്തു. അങ്ങനെ പലരും വന്നു. പക്ഷേ ന്യായമായിട്ട് ഒരു വില, വലിയ വില കിട്ടിയില്ലെങ്കിലും ന്യായമായിട്ട് ഒരു വില ഒരാൾ തന്നു. ഞാൻ ആ കാറ് വിറ്റിട്ട് ആ പൈസയും കൊണ്ട് ഞാൻ കർണാടകയ്ക്ക് പോവുകയാണ്. ലോറി ബുക്ക് ചെയ്തു, സാധനങ്ങളെല്ലാം കയറ്റി. ഞാൻ പോകുന്ന സമയത്താണ് എന്റെ വീട്ടിൽ എന്റെ മാതാവിനോട് പോലും പറയുന്നത്, എന്റെ സഹോദരങ്ങൾ അറിയുന്നത്, എന്റെ കൂട്ടുകാരറിയുന്നത്, സഹശുശ്രൂഷകർ അറിയുന്നത്, മറ്റുള്ളവരെല്ലാം അറിയുന്നത്. തിരുവചനത്തിലുണ്ടല്ലോ, മാംസരക്തങ്ങളോട് നമ്മൾ ഇതൊന്നും, അവരൊന്നും അനുവാദത്തിന്റെ ആവശ്യമില്ല. കർത്താവ് ഒരു കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വെച്ചേ പറ്റുകയുള്ളൂ. അബ്രഹാമിന് ദൈവം ഒരു കൺഫർമേഷൻ കൊടുത്തു. അബ്രഹാമേ, നീ നിന്റെ പിതൃഭവനത്തെ ചാർച്ചക്കാരെ ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അബ്രഹാം ആരോടെങ്കിലും പെർമിഷൻ ചോദിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ന് വിശ്വാസികളുടെ പിതാവെന്നോ അബ്രഹാമിന്റെ വാഗ്ദത്തത്തിൽ മക്കളെന്ന് വിളിക്കപ്പെടുവാനോ അവകാശികളെന്നോ നമുക്ക് പോലും യോഗ്യത ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം അനുസരിച്ചു, ചോദ്യം ചെയ്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്നൊരു കൺഫ്യൂഷനോടെ ഇരിക്കുമ്പോൾ, ഒരുപക്ഷെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിയുള്ളവർ, ഞാൻ ഇതിനുവേണ്ടി ഇറങ്ങിയാൽ എന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, എന്റെ മാതാപിതാക്കളെ ആര് നോക്കും എന്നൊക്കെ ഒരു ആകുലതയിലിരിക്കുന്ന ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വ്യക്തമായി എന്റെ അനുഭവത്തിലൂടെ പറയട്ടെ, കർത്താവാണ് പറഞ്ഞതെങ്കിൽ, കർത്താവിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ സകലത് നോക്കുവാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അങ്ങനെ എന്റെ കാർ വിറ്റു. ഞാൻ അങ്ങനെ ഇവിടുന്ന് കടന്നു പോവുകയാണ്. ലോറിയിൽ തലേ ദിവസം രാത്രിയിൽ ലോറി വന്നു, സാധനങ്ങളൊക്കെ കയറ്റി. എന്നെ പല പ്രിയപ്പെട്ടവരും, എന്റെ സഹോദരങ്ങള്, എന്റെ സുഹൃത്തുക്കളായ ദേവദാസന്മാര് പലരും എന്നെ സഹായിച്ചു. സാധനങ്ങളൊക്കെ കയറ്റി ലോറിയിൽ കയറ്റി വിട്ടു. അപ്പോൾ അവിടെ കർണാടകയിൽ പോകുമ്പോൾ എന്നെ മുമ്പ് വിളിച്ചതായ ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞു, എനിക്കൊരു വീട് ബുക്ക് ചെയ്യണം, ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ അയക്കുകയാണ്, ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം 500 രൂപ ഒരു വീടിന് കൊടുത്ത് ബുക്ക് ചെയ്തു ഞങ്ങൾക്ക് പാർക്കാൻ വേണ്ടി. സാധനങ്ങൾ തലേദിവസം വൈകിട്ട് ലോറിക്ക് കയറ്റി വിട്ടു. പിറ്റേ ദിവസം രാവിലെ സ്ലീപ്പർ ടിക്കറ്റ് എടുക്കാൻ പോലും സമയം കിട്ടിയില്ല. ഞാൻ ഓടിച്ചെന്ന് ജനറൽ ടിക്കറ്റ് എടുത്തു. എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ജനറൽ ടിക്കറ്റാണ്. ആ കമ്പാർട്ട്മെന്റിൽ ഓടിച്ചെന്ന് കയറി. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ഓടിച്ചെന്ന് കയറി. ആ ട്രെയിൻ സ്റ്റാർട്ടാകാൻ തുടങ്ങുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, ഇത് ബാംഗ്ലൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ അല്ല, ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ബംഗാരപ്പെട്ട എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്, അത് അങ്ങോട്ടുള്ള ട്രെയിൻ അല്ലെന്ന് പറഞ്ഞു. വളരെ പ്രയാസമായി പോയി.
ഞങ്ങൾ ചാടി ഇറങ്ങി, പെട്ടെന്ന് ലഗേജ് എല്ലാം ചാടി എടുത്ത് ആ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങിയപ്പോൾ ഒരു ബാഗ് മറന്നുപോയി. ആ ബാഗിലാണ് ആധാർ കാർഡും പാസ്പോർട്ടും സകല ഡോക്യുമെന്റ്സും അടങ്ങിയ ഒരു ബാഗ് ഈ ട്രെയിനിന്റെ അകത്ത് ഞങ്ങൾ വെച്ച് മറന്നുപോയി. ട്രെയിൻ പോവുകയും ചെയ്തു. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ഹിതം തന്നെയാണോ ഞാൻ പോകുന്നത്? ഇപ്പോഴേ നഷ്ടം തുടങ്ങി. സ്തോത്രം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വലിയ പ്രയാസമായി. കാരണം സകല ഡോക്യുമെന്റ്സും എല്ലാ ഔദ്യോഗികമായിട്ടുള്ള കാർഡുകളും രേഖകളും ഒക്കെ അടങ്ങിയ ബാഗാണ് ആ ട്രെയിനിൽ വെച്ച് മറന്നുപോയത്. ഉടനെ റെയിൽവേ പോലീസിനെ ഞാൻ ബന്ധപ്പെട്ടു. അവർ എറണാകുളത്തുള്ള റെയിൽവേ പോലീസിൽ ബന്ധപ്പെട്ടു. അവിടെ എൻ്റെ സഹോദരിയുടെ മകൻ എറണാകുളത്ത് ജോലി ഉണ്ടായിരുന്നു, അവനെയും പെട്ടെന്ന് അറിയിച്ചു. എന്തായാലും ശരി, എറണാകുളത്ത് ആ ട്രെയിൻ ചെന്നപ്പോൾ കർത്താവിന്റെ കൃപയാൽ ആ ബാഗ് നഷ്ടമാകാതെ ഞങ്ങൾക്കത് ലഭിക്കുവാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, അടുത്ത ട്രെയിനിൽ ഞങ്ങൾ കയറി ബംഗാരപ്പെട്ട ചെന്നിറങ്ങി. അവിടെ കോളാർ ചെന്നിറങ്ങി. സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ അവിടെ എത്തുന്നു. വൈകുന്നേരം ഏകദേശം ഉച്ച കഴിയുമ്പോൾ ലോറിയിൽ സാധനങ്ങൾ വരും. ഒരു വലിയ ലോറിയിൽ എല്ലാ സാധനങ്ങളും, ബൈബിൾ കോളേജിന്റെ പുസ്തകങ്ങള്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ലോറിയിൽ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ലോറി എത്തും. ഞങ്ങൾ രാവിലെ എത്തി. ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത വീട് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വീട് തരത്തില്ല. വളരെ ജീവിതത്തിൽ ആശങ്കയായിപ്പോയി, പ്രയാസമായി പോയി. സ്വന്തമല്ലാത്ത നാട് എന്താ ചെയ്യുന്നത്? സ്തോത്രം. ഞങ്ങൾ ആകെ വിഷമത്തിലായിപ്പോയി. സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എവിടെ ഇത് ഇറക്കി വെക്കും? വേറെ യാതൊരു സാഹചര്യമില്ല. അവർ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരല്ലേ, നിങ്ങൾ ബീഫ് തിന്നുന്നവരാണ്, നിങ്ങൾക്ക് വീട് തരികയില്ല എന്ന് പറയാൻ ഇടയാത്തു. കർത്താവിനോട് പിന്നെ ഞാൻ ചോദിച്ചു, കർത്താവേ, ഇത് അങ്ങയുടെ ഹിതം പ്രകാരം മാത്രമാണോ ഞങ്ങൾ വന്നിരിക്കുന്നത്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വീട് ഞങ്ങൾക്ക് കിട്ടിയില്ല. സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുവാൻ അവർ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേവലം 5000 രൂപ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വീട് ഞങ്ങളുടെ അത്യാവശ്യം കണ്ട് അവർ പറഞ്ഞു 8000 രൂപയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ കുറച്ച് പൈസ ഉണ്ടല്ലോ, ഞങ്ങൾ സമ്മതിച്ചു. 8000 ആണ്. 8000 വേറെ എവിടെ കൊണ്ട് എങ്ങനെ താമസിക്കാനാ? എവിടെ സാധനങ്ങൾ ഇറക്കി വെക്കാനാ? അവിടെ ഞങ്ങൾ വീടെടുക്കുവാനായിട്ട് ഇടയായിത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൈകുന്നേരം സാധനങ്ങൾ വന്നപ്പോൾ അവിടെ ഇറക്കി വെക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. അടുത്ത വെല്ലുവിളി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കോട്ടയത്തുള്ള MD സെമിനാരി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാം ക്ലാസ്സിലാണ് എൻ്റെ മൂത്തമോൻ പഠിക്കുന്നത്. കുഞ്ഞുമോൻ അന്ന് അവന് വളരെ കുഞ്ഞാണ്. അവൻ പഠിക്കാൻ സ്കൂളിൽ പഠിക്കാറായിട്ടില്ല. ഞങ്ങൾ അവിടെ ചെന്നു, പല സ്കൂളിലും നോക്കി. അവർ പറഞ്ഞു, കന്നഡ അറിയത്തില്ല, അതുകൊണ്ട് മക്കൾക്ക് അഡ്മിഷൻ തരത്തില്ലെന്ന് പറഞ്ഞു. വളരെ പ്രയാസപ്പെട്ടു. ദൈവമേ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? വിദ്യാഭ്യാസം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഞങ്ങൾ വാടകയ്ക്ക് എടുത്ത വീടിന്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. അവര് പറഞ്ഞു, ആമേ സ്തോത്രം, 2 മാസത്തിനുള്ളിൽ കന്നഡ പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയുമെങ്കിൽ അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. കുഞ്ഞുങ്ങളെ അവിടെ അഡ്മിറ്റ് ആക്കി. ആ സ്കൂളിൽ ചെന്ന് കുഞ്ഞുങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല. അവർ പറയുന്നത് എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. വളരെ പ്രയാസപ്പെട്ടു. എന്റെ മൂത്ത മകന് 4ാം ക്ലാസ്സിൽ, അവൻ 5ാം ക്ലാസ്സിലേക്കാണ് ചേർത്തത്. അവന് കന്നഡ അറിയാത്തത് കൊണ്ട് അവിടുത്തെ ടീച്ചർ, കന്നഡ പഠിപ്പിക്കുന്ന ടീച്ചർ അവനെ 2 മണിക്കൂറോളം മുട്ട നിർത്തി കൈ ഉയർത്തി അവനെ ശിക്ഷിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളൂ. വളരെ വേദനയുണ്ടായി. കുഞ്ഞുങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. പലപ്പോഴും കുഞ്ഞുങ്ങൾ പരാതി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, മക്കളെ, നമ്മൾ ഇവിടെ വന്നത് കർത്താവ് നമ്മളെ അയച്ചിട്ടാ വന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് നമ്മൾ വന്നത്. കർത്താവ് നമ്മൾ ഈ ദേശത്ത് മാനിക്കും എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ചുരുക്കമായി പറയട്ടെ, 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കന്നഡ പറയാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. അവരിന്ന് നല്ല പച്ചവെള്ളം പോലെ കന്നഡ പറയാനും വായിക്കാനും ഞങ്ങൾ പറയുന്ന കാര്യം ട്രാൻസ്ലേഷൻ ചെയ്യാനും അവർ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ആയിരുന്നത്. എന്നാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു ഓപ്പണിങ് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചില്ല. കാരണം ഒരു ഗ്രാമങ്ങളിൽ സുവിശേഷകർക്ക് പ്രവേശനം പറ്റത്തില്ല. ബൈബിളോ ട്രാക്റ്റോ ഞങ്ങൾ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായി. ഒരു ദിവസം പോലും ഒരു പരസ്യവും ഞങ്ങൾ നടത്തിയിട്ടില്ല. ആമേ സ്തോത്രം. ഓരോ ഗ്രാമങ്ങളിലും ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് ഞാനും ഭാര്യയുമായിട്ട് ഓരോ ഗ്രാമങ്ങളിൽ കടന്നുപോകും. അവിടെ ശുശ്രൂഷകരാണെന്നോ പാസ്റ്റർമാരാണെന്നോ സുവിശേഷകരാണെന്നോ പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയും, ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള അധ്യാപകരാണ് എന്ന് പറയും. അങ്ങനെ ഓരോ ഭവനങ്ങളിൽ കയറുവാനായിട്ട് ദൈവം ഒരു ഭാഗ്യം തന്നു. ഞങ്ങൾ പറയട്ടെ, അവിടെ കോളാറില് തേരഹള്ളി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അനേക ഗ്രാമങ്ങളാൽ ചുറ്റപ്പെട്ട ഉയർന്ന ഒരു മലയാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടെ അനേക ഈ പട്ടണമൊക്കെ കാണാൻ വേണ്ടി അവിടെ വരാറുണ്ട്. സ്തോത്രം. അവിടെ അനേക ഗ്രാമങ്ങളെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ തേരഹള്ളി എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ അവിടെ ഒരു മകനെ, ഒരു പയ്യനെ പരിചയപ്പെടുവാൻ ഇടയായിട്ടുണ്ട് ഭവനത്തിൽ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന
അശോകൻ എന്നറിയപ്പെടുന്ന ഒരു പയ്യൻ. ഞങ്ങൾ അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അവൻ ദീർഘവർഷങ്ങളായി തലവേദനയാൽ ഭാരപ്പെടുകയാണ്. അവരൊത്തിരി ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചു, അവന് വിടുതലുണ്ടായില്ല. അവരുടെ മതപരമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും മന്ത്രവാദങ്ങളും പൂജകളും ഒക്കെ അവർ ചെയ്തു, പക്ഷേ അവന് തലവേദനയ്ക്ക് മാത്രം മാറ്റമില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഒരു പൈസയെ മുടക്കാതെ പൂർണ്ണമായിട്ട് സൗഖ്യം തരുന്ന ഒരാളെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. അതാരാണെന്ന് ചോദിച്ചു. ഞങ്ങൾക്കപ്പോൾ യേശുവിനെ പറ്റി പറയാൻ ഒരു അവസരം കിട്ടി. അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലായിരിക്കാം, കാരണം ആദ്യമായിട്ടാണ് അവർ യേശുവിനെ കേൾക്കുന്നത്. ഞങ്ങൾ യേശുവിനെ പറ്റി പറഞ്ഞിട്ട് ആ മകന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുമ്പ് അവനെ ദീർഘവർഷങ്ങളെ ബാധിച്ച തലവേദന പൂർണ്ണമായിട്ട് ദൈവം മാറ്റി. അങ്ങനെയാണ് കർണാടക എന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് ഉണ്ടാകും. പിന്നെ ഈ മോൻ, ഈ അശോകൻ എന്നറിയപ്പെടുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മോന്, അവനിലൂടെ ആ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളിലും ചെന്ന് അവൻ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തി ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ ആരംഭിച്ചു. ഇംഗ്ലീഷ് ട്യൂഷനിലൂടെ പാട്ടുകൾ പഠിപ്പിക്കാൻ തുടങ്ങി, യേശുവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ കൃപയാൽ അവന് ലഭിച്ച ആ സൗഖ്യം മുഖാന്തരം ആ ഗ്രാമത്തിലുള്ള എല്ലാ ഭവനങ്ങളും കയറി യേശുവിനെ പറ്റി ആദ്യമായി ഞങ്ങളുടെ നാവിലൂടെ പറയാൻ ദൈവം ഒരു ഭാഗ്യം. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കഷ്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. പല സമയത്തും ആഹാരത്തിന് പോലും മാർഗമില്ലാത്തൊരു സമയമാണ്. ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം വീട്ടിൽ പറയാൻ പറ്റത്തില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ. സ്തോത്രം. ആരോടും പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടേതല്ല സ്ഥലത്ത്, സ്വന്തമല്ലാത്തൊരു സ്ഥലത്ത്, ഒരുപക്ഷെ വിദേശത്തോ സ്വദേശത്തോ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കും, ചില പ്രത്യേക സന്ദർഭത്തിൽ നമ്മളും നമ്മുടെ കർത്താവുമല്ലാതെ നമ്മളെ സഹായിപ്പാൻ ലോകത്തിൽ ആരും കാണത്തില്ല. ഇത് നന്നായിട്ട് ഞങ്ങൾ അനുഭവിച്ചു. ചില പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് ഒത്തിരി പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ സഹായിപ്പാനോ നമ്മളെ മനസ്സിലാക്കുവാനോ നമ്മുടെ ഹൃദയത്തിന്റെ വേദന അറിയാനോ നമ്മുടെ കഷ്ടപ്പാട് അറിയാനോ ഒരുപക്ഷെ ആരും കാണത്തില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ആ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. സ്തോത്രം. ഞാൻ ഒരു അനുഭവം പറയട്ടെ. ഒരു ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നാളെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, കറി വെക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നും ഇല്ലാത്ത സ്ഥലത്തല്ലേ നിൽക്കുന്നത്. സ്തോത്രം. നമുക്കിവിടെ കർത്താവല്ലാതെ വേറെ ആരുണ്ട്? സ്തോത്രം. ആമേൻ. വളരെ വിഷമം തോന്നി. ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ വിഷയങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ല, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് ആമേൻ പറയുന്നതിന് മുമ്പായി കഥയിൽ ഒരു മുട്ട് കേട്ടു. സ്തോത്രം. ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഒരു വ്യക്തി ഒരു ബിഗ് ഷോപ്പറുമായിട്ട് നിൽക്കുക. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ, ഇന്നലെ രാത്രി എനിക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല. ആരോ എന്റെ ഹൃദയത്തിൽ പറയാ, ഇത് നിങ്ങൾക്ക് കൊണ്ട് തരണമെന്ന്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ വാങ്ങി ദൈവത്തെ സ്തുതിച്ച് തുറന്നപ്പോൾ ഒരാഴ്ചയോളം ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ, പല ഐറ്റംസ് ആ ബിഗ് ഷോപ്പർ നിറച്ചുണ്ടായിരുന്നു. എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അങ്ങനെ 6 വർഷക്കാലം ഞങ്ങൾ കർണാടകയിൽ കർത്താവിന്റെ വേലയിലായിരുന്നു. ഒത്തിരി ഗ്രാമങ്ങളിൽ ആദ്യമായി, പല ഗ്രാമങ്ങളിലും നമ്മൾ സാധാരണ കേട്ടിട്ടില്ല, യേശു എന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിക്കും, എന്താണെന്ന് ചോദിക്കുന്നത്. സത്യത്തിൽ ഞങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞു. നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കർണാടകയിൽ, ഈ കോളാറിൽ ഒത്തിരി ഗ്രാമങ്ങളിൽ ഞങ്ങളുടെ നാവിലൂടെ യേശുവിനെ പറ്റി പറയുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. എന്നാൽ ഞങ്ങൾക്ക് പലപ്പോഴും ഭയമുണ്ടായിരുന്നു, ജീവന ഭീഷണിയുണ്ടായിരുന്നു. അതുകൊണ്ട് സ്ഥിരമായി ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് പോകത്തില്ല, ആൾട്ടർനേറ്റീവായിട്ട് പോകും. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഗ്രാമങ്ങൾ സന്ദർശിക്കുക, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പതിവ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞങ്ങൾ അവിടെ അഭിമുഖീകരിച്ച അടുത്ത പ്രശ്നം, ഞങ്ങൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഹല്ലേലൂയ. അനേക നാളുകൾ, വർഷങ്ങൾ ഞാൻ, എൻ്റെ ഭാര്യയും മക്കളും മാത്രമായി അടച്ചിട്ട വാതിലുകൾ. നമ്മൾ മറ്റു രാജ്യങ്ങളെ പറ്റി അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അനുഭവിച്ച കാര്യമാണ്. ജനലും വാതിലുകളും ഒക്കെ നന്നായിട്ട് അടച്ചിട്ട് അതിനുള്ളിൽ ഞങ്ങൾ ആരാധിക്കുമായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതം ചെയ്തു. ദൈവാത്മാക്കളെ തരാൻ തുടങ്ങി. ദൈവം സഭ തന്നു. ദൈവ പ്രവർത്തനത്തിന് വിശാലമാക്കി. സ്തോത്രം. ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് അവിടെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. 6 വർഷക്കാലം കർത്താവിന്റെ മഹനീയമേറിയ ശുശ്രൂഷ കർണാടകയിൽ ചെയ്യുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. സ്തോത്രം. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ വിട്ടുപോയി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർണാടകയിൽ പോകുന്നതിന് മുമ്പായിട്ട് പതിവായിട്ട് അവധിയൊക്കെ കിട്ടുമ്പോൾ, കർണാടകയിൽ പോയതിനു ശേഷവും വലിയ അവധി കിട്ടുമ്പോൾ, സമ്മർ വെക്കേഷൻ കിട്ടുമ്പോൾ ഞങ്ങൾ
ഒറീസ പോലുള്ള അനേക സ്ഥലങ്ങളിൽ, നോർത്ത് ഇന്ത്യ പോലുള്ള ഗ്രാമങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് കടന്നുപോയി അവിടെ താമസിച്ച് ആ സുവിശേഷം പറയാൻ വേണ്ടി സമയങ്ങൾ വേർതിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഈ സുവിശേഷ വേലയിൽ ദൈവം ഒരു ടച്ച് കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പറയട്ടെ, ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പേര് നൽകി. മൂത്ത ആളിന് അതൊരു ആൺകുട്ടിയായിരിക്കും എന്ന വിശ്വാസത്താൽ അവന് ജോഷുവ എന്ന പേര് കൊടുത്ത് അവന് കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാ. 2ാമത്തെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവന് ശാമുവേൽ എന്ന പേര് കൊടുത്ത് അവൻ വിശ്വാസത്താൽ ആൺകുട്ടിയാണെന്ന് ശാമുവേൽ എന്ന വിശ്വാസത്താൽ പേര് കൊടുത്ത് അവന് കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാ. 2 മക്കളെയും അവര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പേര് കൊടുത്ത് അവര് കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാ. എന്റെ മൂത്ത മോൻ ഇപ്പോൾ +2 കഴിഞ്ഞു. കർത്താവിന്റെ കൃപയാൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുണ്ട്. അടുത്ത് അവന്റെ കോഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അവർ 2 പേരും കർത്താവിന്റെ വേല ചെയ്യണമെന്ന ആഗ്രഹമാണ്. ഇടയ്ക്ക് ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർണാടകയില് ഞങ്ങളുടെ മക്കളെ കന്നഡ പഠിക്കാത്ത സ്ഥാനത്ത് ശിക്ഷിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ആമേ, കർത്താവിന്റെ മഹാകൃപയാൽ എന്റെ മൂത്തമോന് 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷനിലൂടെ 90% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സാകുവാൻ ദൈവം ഭാഗ്യം തന്നു. സെക്കൻഡ് ലാംഗ്വേജ് കന്നഡ. അവൻ കന്നഡ ഭാഷയിൽ തന്നെയാണ് എഴുതിയത്. ഇളയമോനും കന്നഡയാണ്. അവൻ ഇപ്പോഴും പറയുന്ന അവന്റെ മാതൃഭാഷ കന്നഡയാണെന്ന. സ്തോത്രം. കർത്താവ് ഞങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയാത്തുന്നു. അവൻ തിരുവനന്തപുരത്തിന് ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ മക്കളുടെ വിവാഹമായിരിക്കാം, നിങ്ങളുടെ ജോലി കാര്യമായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം, ശുശ്രൂഷയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. എന്നാൽ കർത്താവിന്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കുന്നെങ്കിൽ, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്ന കർത്താവിന്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കുന്നെങ്കിൽ, നമ്മൾ കാലുകൾ ഇടറുവാൻ, നമ്മൾ ലജ്ജിക്കപ്പെടുവാൻ എന്റെ കർത്താവ് ഇടയാക്കത്തില്ല. അങ്ങനെ 6 വർഷക്കാലം കർത്താവിന്റെ മകനീയമായ ശുശ്രൂഷ അവിടെ ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു ഭാഗ്യം തന്നു. പിന്നീട് ഞങ്ങൾ കേരളത്തിലേക്ക് കുമളി എന്ന സ്ഥലത്തേക്ക് കടന്നു വരുവാനായിട്ട്, അത് ദൈവികമായ നിയോഗമാണ്. 20 വർഷം ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം പരിശുദ്ധാത്മാ സംസാരിച്ചു, ദൈവം നിങ്ങളെ കുമളിയിൽ ഉറപ്പിക്കണമെന്ന്. പക്ഷേ ഇതിന്റെ അടുത്ത് ഇവിടുന്ന് 26 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ എന്റെ സ്വന്തം ദേശം. എനിക്ക് കയറഞ്ചി വരുവാനോ ഇങ്ങനെ ഇവിടെ പ്രവർത്തനം ചെയ്യുവാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഒരിക്കലും ഇവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ 20 വർഷം മുമ്പ് ദൈവം സംസാരിച്ച ആ വാഗ്ദത്തം ഞങ്ങളിലൂടെ കുമളിൽ ഞങ്ങൾ ഉറപ്പിക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഇവിടെ കർത്താവ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു ദർശനം തന്നു. ആ ദർശനം എങ്ങനെയാണ്? 24 മണിക്കൂറും പ്രാർത്ഥന നടക്കുന്ന ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ദർശനം കർത്താവ് എനിക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചു, കർണാടകയിൽ പോയപ്പോഴും കോട്ടയം പോയപ്പോഴും ഒക്കെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എവിടെ ഉറപ്പിക്കുന്നത്? ഒറീസയിലാണോ, ആന്ധ്രയിലാണോ, കർണാടകയിലാണോ? അമ്മ ദൈവം എനിക്ക് മറുപടി തന്നില്ല. എന്നാൽ കർത്താവിന്റെ കൃപയിൽ കുമളി വന്നപ്പോൾ അതിനുള്ള ഒരു എളിയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ ദൈവം ഇടയാക്കി. നിങ്ങൾ ഈ പിന്നിൽ കാണുന്ന ഈ ഭിത്തി ഇവിടെ 24 മണിക്കൂറും പ്രാർത്ഥനയ്ക്ക് വേണ്ടി പണിയുന്ന പ്രാർത്ഥനാ കേന്ദ്രത്തിന്റെ ഹാളിന്റെ ചില ഭാഗങ്ങളാണ്. ഇതുവരെ പണികളൊന്നും ആയിട്ടില്ല. കർത്താവ് തരുന്ന നന്മകൾ അനുസരിച്ച് ഇതിന്റെ പണികൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. ആമേൻ. ഒരാഗ്രഹമാണ്, ഇവിടെ 24 മണിക്കൂർ ഷിഫ്റ്റ് ആയിട്ട് ആളുകൾ പ്രാർത്ഥിക്കണം. ഇവിടെ ഏത് സ്ഥലങ്ങളിൽ നിന്നോ, ഏത് രാജ്യങ്ങളിൽ നിന്നോ, ഏത് സംസ്ഥാനങ്ങളിൽ നിന്നോ ജനങ്ങൾക്ക് ഇവിടെ കടന്നു വരാം, താമസിച്ച് ദൈവത്തിനെ നിരന്തരം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഒരു ആഗ്രഹമുണ്ട്, അനേകരെ വചനം പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കണം. ഈ 2 പർപ്പസ് ആണ് ഈ പ്രാർത്ഥന ഹാള്, ഈ ട്രെയിനിങ് സെന്റർ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് സ്ഥലത്തോ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്കും ആമേ സമയം പോലെ കടന്നു വരുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് ഞാൻ അറിയിക്കട്ടെ. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഇവിടെ കുമളിയിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു സഭ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള കരുതുന്ന ദൈവജനത്തെ ദൈവം തരുവാനായിട്ട് ഇടയാത്തുന്നു. ഞങ്ങൾ അങ്ങനെ സഭാപ്രവർത്തനത്തിലും ശുശ്രൂഷയിലും പരസ്യങ്ങളിലും അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ കർത്താവിന്റെ വേലയിൽ വ്യാപൃതമായി കൊണ്ടിരിക്കുന്നു. കുമളി എന്ന് പറയുന്നത് നമുക്കറിയാം, തമിഴ്നാടിന്റെ ബോർഡർ സ്ഥലമാണ്. അതുകൊണ്ട് തമിഴ്നാട് സ്ഥലത്തിൽ കൂടെ ഞങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഇവിടുന്ന് പെട്ടെന്ന് തമിഴ്നാടുമായിട്ട് ടച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വിശ്രമമില്ലാതെ കർത്താവിന്റെ വേലയിൽ ഇതുവരെയും ആയിരിക്കാൻ ദൈവം സഹായിച്ചു. എന്റെ ഭാര്യയെ പറ്റി പറയുമ്പോൾ കർത്താവിന്റെ ദാസി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ശുശ്രൂഷന്റെ മകളായി ജനിച്ചു വളർന്ന ആളാണ്. ആമേ സ്തോത്രം. ബൈബിൾ കോളേജിൽ ഒക്കെ പഠിപ്പിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇപ്പോൾ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ ഒരുമിച്ച് ഈ കർത്താവിന്റെ വേല ചെയ്യുന്നു. മൂത്തമോൻ +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഇളയമോൻ 7ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ഇങ്ങനെ 2 മക്കളും വിദ്യാഭ്യാസത്തിലാണ്. നിങ്ങൾ അവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ ഒരു ഭാഗ്യം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആമേ, നമ്മുടെ കർത്താവ് വരാറായി. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷയുള്ള വ്യക്തിയായിരിക്കാം. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ
കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയാൻ തയ്യാറാകണം. അതുപോലെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുന്നു. ഇന്ത്യയിൽ ഏകദേശം 6 ലക്ഷത്തോളം ഗ്രാമങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അതിൽ 5,500,000 ഗ്രാമങ്ങളിൽ യേശു എന്ന പദം ഒരിക്കൽ പോലും കേൾക്കാത്ത ജനങ്ങളാണ് പാർക്കുന്നത്. ആത്മാക്കൾക്ക് വേണ്ടി ഒരു ദാഹം നമുക്കുണ്ടായിരിക്കട്ടെ. ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, പ്രാർത്ഥിപ്പാൻ. കർത്താവ് പറഞ്ഞില്ലേ, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരെ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിപ്പിൻ. നമുക്ക് ഉണരാം. കർത്താവ് വരാറായി. കർത്താവിന്റെ വേല ചെയ്യാം. ആത്മാക്കളെ നേടാം. അത് മാത്രമാണ് എന്റെ ഒരു അപേക്ഷ, ഒരു അഭ്യർത്ഥന. അതാണ് എന്റെ പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഏത് പ്രസ്ഥാനത്തിലായിക്കൊള്ളട്ടെ, ഏത് സഭയിൽ നമ്മൾ ആയിക്കൊള്ളട്ടെ, ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിശ്ചയമായും കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. എന്റെ ഈ ചെറിയൊരു സാക്ഷ്യം ദൈവം നിങ്ങളെ എല്ലാം. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസനെ നന്ദിയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഉപയോഗിക്കട്ടെ. അനേക സ്ഥലങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ നാമവുമായി ദൈവത്തിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് അയക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഒരു കാര്യം വിട്ടുപോയി, ഒരു ദൈവം ചെയ്ത ഒരു ഉപകാരം കൂടെ ഒന്നും പറയണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പറഞ്ഞു ദേവദാസനെ, പറഞ്ഞു. ഒന്നോ രണ്ടോ പറഞ്ഞു. കർണാടകയിൽ ഞങ്ങൾ പോയപ്പം എനിക്കുണ്ടായിരുന്ന ഒരു വണ്ടി വിറ്റിട്ടാ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് കൊണ്ടുപോയത്. എന്നാൽ ഞങ്ങൾ 4 പേർക്കും ഗ്രാമങ്ങളിലൊക്കെ പോകാൻ ഒരു സേഫും അല്ലായിരുന്നു. വളരെ പ്രയാസവും കഷ്ടപ്പാടുമായിരുന്നു. വർഷങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു വാഹനം, ഒരു 4 വീലർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 4 പേർക്കും സുഖകരമായിട്ട് ഗ്രാമങ്ങളിൽ പോകാമല്ലോ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം ചെയ്ത ഒരു അത്ഭുതം ഞാൻ പറയട്ടെ. എന്നെ പരിചയമില്ലാത്ത ഒരു സഹോദരി, എൽ സവഡോർ എന്ന രാജ്യത്തെ ഒരു ദേവദാസി, എനിക്ക് വണ്ടി ഉണ്ടെന്ന് അറിയത്തില്ല, എന്റെ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല, അവരോട് ദൈവാത്മാവ് സംസാരിക്കാണ് പറയുന്നത്. അവരൊരു ചെറിയ തുക എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ദേവദാസിന് ഒരു വാഹനം വാങ്ങിക്കണം. ഇതിന്റെ അത്ഭുതം എന്ന് പറയുന്നത്, ഞാൻ എത്ര രൂപയ്ക്കാണോ ഈ കാർ വിറ്റത്, 79,000 രൂപയ്ക്കാണ് ഞാൻ എന്റെ ഈ ചെറിയ കാർ വിറ്റിട്ട് പോയത്. ആ ദേവദാസി അയച്ചു തന്ന തുകയുടെ ഇന്ത്യൻ മണി ഞാൻ പറയട്ടെ, 79,000 രൂപ. 1 രൂപ കുറവുമില്ല. ആ ദേവദാസി അയച്ചു തന്നിട്ട് പറഞ്ഞു, ആ ദേവദാസി ഒരു പാവപ്പെട്ട ദേവദാസിയാണ്. പണ്ടങ്ങോ എനിക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അവര് തന്നെ ആ കാര്യങ്ങൾ മറന്നുപോയി. അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയപ്പോൾ ഒരു തുക അവർക്ക് കിട്ടി. അതിന്റെ ദശാംശമായിട്ട് അവർ അയച്ചു തന്നിട്ട് പറഞ്ഞു, ദേവദാസിന് ഒരു വാഹനം വാങ്ങണം. ഞാൻ എത്ര രൂപയ്ക്ക് കർത്താവിന് വേല നിമിത്തം ആ വാഹനം വിറ്റോ, ആ തുക ആ ദൈവദാസിലൂടെ ദൈവം എനിക്ക് മടക്കി തന്നു. അങ്ങനെ പൈസയും കുറച്ച് പൈസയും കൂടെ വിട്ട് ഒരു ചെറിയ വാഹനം വാങ്ങാനും അത് ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാനും ദൈവം ഇടയാക്കി. ഞാൻ ഇതിന്ന് അനുഭവത്തിൽ നിന്ന് പറയുന്നു. ദൈവത്തിന് പറയുന്നില്ലേ, കർത്താവിന്റെ നാമത്തിൽ 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും പ്രതിഫലം ഇല്ലാതെ പോകില്ല. ഇങ്ങനെ തമാശയായിട്ട് പറയാറുണ്ട്, ആ പച്ചവെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ട് കൊടുത്താൽ അതിനേക്കാൾ പ്രതിഫലം ഉണ്ടെന്ന്. അതുപോലെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കുകയോ അതിനുവേണ്ടി സാമ്പത്തിക നന്മയോ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഒരു കാര്യം പറയട്ടെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് ആർക്കും കടക്കാനല്ല കേട്ടോ. നമ്മൾ നാമത്തിന് ചെയ്തോ, ഈ ടിവിയിലൂടെ എന്നെ ശ്രമിക്കുന്ന, ഈ ടിവിക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്തൃദാസിയോട് ഞാൻ പരിശുദ്ധ ദൈവദാസിയോട് ഞാൻ ഒരു ദൂത് പറയട്ടെ. ദൈവനാമത്തിന് വേണ്ടി നാളിതുവരെ ചെയ്ത എണ്ണമറ്റ കാര്യങ്ങൾ ദൈവത്തിന് നാം വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവദാസിയുടെ വാഗ്ദത്തങ്ങളുടെ നന്മയുടെ 1% പോലും എത്തിയിട്ടില്ല. 1% പോലും എത്തിയിട്ടില്ല. കർത്താവ് മാനിക്കും. ഇതിനേക്കാൾ അധികമായി ആഴമായി ദൈവം മാനിക്കും. ഈ ടിവിയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കളോടും ഞാൻ പറയട്ടെ, കർത്താവ് ആർക്കും കടക്കാനല്ല, ദൈവം പ്രതിഫലം തരുന്ന കർത്താവ്. സ്തോത്രം. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ അല്പമായിട്ടെങ്കിലും വിവരിക്കുവാൻ ദൈവം തന്നതിനായി, ഈ വലിയ ഭാഗ്യത്തിനായി അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവെ, ഈ ജോയ്സ് ടിവിക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വിലയേറെ ദാസിയെ
തന്റെ കുടുംബത്തെ, തന്റെ ശുശ്രൂഷയെ എല്ലാം ദൈവകരങ്ങളിൽ കേൾപ്പിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ആമേ. കർത്താവേ, ഹല്ലേലൂയ. അങ്ങാർക്കും കടക്കാരനല്ലല്ലോ. അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന, അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അങ്ങയുടെ നാമത്തിന് വേണ്ടി സഹായിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉണർന്നുകൊണ്ട് അങ്ങയുടെ വേലത്ത് കേൾക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. അടിയന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ കർത്താവെ, നിശ്ചയമായും ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ അങ്ങ് ശക്തനാകുന്നു. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. സാമ്പത്തികമായി ഭാരം അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ആമേ സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തക്കതായ ജോലികൾ ലഭിക്കട്ടെ. കർത്താവേ, ആമേ ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ആമേ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി തക്കതായ തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സകല ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയിൽ മറക്കണം. പ്രാർത്ഥനയാചന കേട്ടനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവിന്റെ ദാസൻ